അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഈ പ്രഭാതത്തിന് അങ്ങ് ഈ പ്രാർത്ഥനയിൽ കൂടാൻ അങ്ങയുടെ മക്കൾക്ക് കഴിഞ്ഞതിനെ ഓർത്ത് അവരങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഒത്തിരിയേറെ ആഗ്രഹങ്ങളും ഒത്തിരി ചിന്തകളും എത്രയോ മനുഷ്യർ ഭയങ്കര ഭക്തി ബഹുമാനത്തോടെയാണ് ഈശോയെ ഈ പ്രാർത്ഥനാ സമയം ഒരുങ്ങി നീ ശ്രദ്ധയോടെ നിൽക്കുന്നത്. അങ്ങയുടെ വലതുകരം അവരുടെ ശിരസിൽ ഇപ്പം വെക്കണം. കർത്താവേ, അവരുടെ രോഗങ്ങളെ നീ ഏറ്റെടുക്കണം. അടിപ്പിണർ പോലെ, വൈദ്യുത ആഘാതം പോലെ ദൈവികമായ ശക്തി ഈ നിമിഷം നിങ്ങളിലേക്ക് ആവശ്യിക്കുകയും നിങ്ങളുടെ ആന്തരിക അവയവങ്ങളും ത്വക്കുകളും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കുതിരപ്പെരട്ടെ. മാതാവേ, കൃപാസാൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവിൻ്റെ ഉറപ്പിലാണ് അമ്മേ ഞങ്ങൾ ഈ പ്രാർത്ഥന നടത്തുന്നത്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത ശക്തിയും അനുഗ്രഹവും സൗഖ്യവും വിടുതലും അനുഭവിക്കുന്നവരെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാണെന്ന് ഞങ്ങൾ
സ്വയം തിരിച്ചറിയുന്ന അമ്മേ, കർത്താവ് കേസിൽപ്പെട്ടിരിക്കുന്നവർ എൻ്റെ ഈശോയുടെ ഉന്നതമായ നാം നിങ്ങൾ ആശ്രയിക്കുന്നു. പല ഭിന്നതകൾ നിലനിൽക്കുന്നിടത്ത് പുരോഗമനം ഇല്ലാതിരിക്കുന്ന അവസ്ഥകളിൽ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഇന്നത്തെ മുഴുവൻ സംരംഭങ്ങൾ, ഇന്നത്തെ മുഴുവൻ ചിന്തകൾ, ഇന്നത്തെ മുഴുവൻ ഇടപാടുകൾ, ഇന്നത്തെ മുഴുവൻ കയ്യൊപ്പുകൾ, ഇന്നത്തെ മുഴുവൻ എഴുത്തുകുത്തുകൾ, ഇന്നത്തെ മുഴുവനും സെൻഡിങ് കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു. ഇത്രയും പിതാപുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാമേ. നമ്മളെന്ത് കാണുന്നത്? മത്തായിയുടെ സുവിശേഷം 5:8. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും, അവർ ദൈവത്തെ കാണും. ആ ഹൃദയശുദ്ധിയിലും നമ്മൾ എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും വ്യാജ്യമായി എല്ലാത്തരം കുറ്റങ്ങളും ആരോപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആഹ്ലാദിച്ചുല്ലസിക്കുകയും സ്വർഗം നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കും. ഈ പ്രതിഫലത്തിലേക്കാണ് ഹൃദയശുദ്ധി പറയുന്നത്. ദൈവത്തെ കാണുമെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിഫലം വലുതായിരിക്കും എന്നല്ലേ പറയുന്നില്ലേ? അപ്പൊ സ്വർഗസ്ഥമായ ഒരു അവസ്ഥയിൽ ദൈവത്തെ കണ്ടുകൊണ്ട് ആനന്ദിക്കുന്നതാണ് നമ്മുടെ സുവിശേഷത്തിന്റെ ലക്ഷ്യമെന്ന് നിങ്ങൾക്കറിയാവില്ല, സുവിശേഷ ജീവിതത്തിന്റെ. അതുകൊണ്ടാണ് ആ ഹൃദയശുദ്ധിയും സ്വർഗവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഹൃദയശുദ്ധി എന്ന് പറയുന്നത് വക്രതയില്ലാത്ത, കൗടില്യമില്ലാത്ത, കാപട്യമില്ലാത്ത ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള ശുദ്ധതയാണ്. എൻ്റെ ഹൃദയശുദ്ധത ഉണ്ടായിട്ട് കാര്യമില്ലല്ല. പരിശുദ്ധ അമ്മയാണ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും വലിയ ഹൃദയശുദ്ധിയുള്ള ആള്. എന്റെ കാര്യം എന്താ പറയാ, അവർക്ക് 16 വയസ്സാ. അപ്പോൾ അവർ നീ ഗർഭം ധരിക്കും എന്ന് പറഞ്ഞത് ശുദ്ധത കൊണ്ടല്ലേ ഗർഭം ധരിച്ചത്. അവരത് വിശ്വസിച്ചു. അതാണ് അവർ ദൈവത്തെ ഗർഭം ധരിച്ചത്. വിശ്വാസവും ഹൃദയശുദ്ധതയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. വിശ്വസിക്കുന്നവന് അടിസ്ഥാന യോഗ്യത എന്ന് പറഞ്ഞാൽ ഹൃദയശുദ്ധതയാണ്. എന്താണ്? ഇപ്പം നമ്മുടെ ക്യാൻസർ 4ാം സ്റ്റേജ്, ഡോക്ടർ പറഞ്ഞു അറിയിക്കാൻ പറഞ്ഞ്, ഹൃദയശുദ്ധിയുള്ള പറയും ക്യാൻസർ പറഞ്ഞാൽ അത് കർത്താവ് എൻ്റെ താഴെയല്ലേ അത് എന്നാ ഹൃദയശുദ്ധത. അപ്പോൾ കേട്ട വിചാരിക്കും വട്ടാണെന്ന് പറയും. അങ്ങനെയല്ല. ദൈവം സമസ്തവന്റെ പാദത്തിന്റെ കീഴാക്കിയിരിക്കുകയല്ലേ. അപ്പൊ നമ്മുടെ വിശ്വാസത്തിന്റെ എക്സ്പ്രഷൻസ്, വിശ്വാസം വരണത് ഹൃദയശുദ്ധതയിൽ നിന്നാണ് വിശ്വാസം വരണത്. അപ്പൊ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, ഹൃദയശുദ്ധതയുടെ അടിസ്ഥാനത്തില് സങ്കീർണത ഒഴിവാക്കി വക്രത ഒഴിവാക്കി ബുദ്ധിപരമായ ഇടപെടൽ ഒഴിവാക്കി ദൈവത്തിൽ വിശ്വസിക്കുവാൻ വിശ്വസിക്കുന്നത് നടക്കുമെന്ന് മനസ്സിലാക്കുവാൻ അതനുസരിച്ച് ജീവിതം സുവിശേഷ പരിശുദ്ധ അമ്മയെ പോലെ ഇതാ കർത്താവിന്റെ ദാസി എന്റെ വചനം പോലെ നിറവേറട്ടെ എന്ന് പറയുന്ന ഒരു ഹൃദയശുദ്ധത എനിക്ക് ലഭിക്കുവാൻ അതുവഴി ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ലോകത്തിന് കൊടുക്കുവാൻ എന്നെ ഒരുക്കണമേ. ആമേൻ. എൻ്റെ പേര് മേരി ഗ്രേസ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ആദ്യമായി കർത്താവായ യേശു ക്രിസ്തുവിനും പരിശുദ്ധ അമ്മയ്ക്കും തിരുനാമം മഹത്വപ്പെടുന്നതിന് വേണ്ടി ഞാൻ ഈ അൽത്താരയിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ 2018 ഉടമ്പടി എടുത്ത് 6 ആവശ്യങ്ങൾ എഴുതിയിരുന്നു. അതിൽ 12ഓളം കാര്യങ്ങൾ ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടാണ് ഞാൻ സൗദി അറേബ്യയിൽ ജോലിക്ക് പോകുന്നത്. ഞാനൊരു നേഴ്സാണ്. അന്ന് ഞാൻ ജോലിക്ക് കയറി ഒരു 8 മാസം കഴിഞ്ഞ് കാണും. ഞാനിവിടുന്ന് പോകുമ്പോൾ എനിക്ക് കിട്ടിയ നേർച്ച വസ്തുക്കളെല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം, പത്രം ഉൾപ്പെടെ ബാക്കിയുള്ള പത്രങ്ങൾ ഇവിടെ കുറേ കൊടുത്തു. ബാക്കിയുള്ള പത്രങ്ങളൊക്കെ ഇട്ടാണ് ഞാൻ സൗദിക്ക് പോകുന്നത്. അവിടെ ചെന്ന് 8 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മെഡിക്കൽ കേസ് എന്ന് പറയാം, അതായത് കാഷ്വാലിറ്റിയിൽ നേഴ്സ് വെയിറ്റ് ഒരു കുഞ്ഞിൻ്റെ ഡബിളായിട്ട് എൻ്റർ ചെയ്തു. അപ്പോൾ എനിക്ക് എൻ്റെ വാർഡിൽ വന്നപ്പോൾ കറക്റ്റ് വെയിറ്റായിരുന്നു. ഡോക്ടറും ആ നേഴ്സും മരുന്ന് ഡോസ് നോക്കാതെ എഴുതിയതിൻ്റെ പേരിൽ ഒരു കുഞ്ഞിന് കിഡ്നി ഇഞ്ചറി ഉണ്ടാവുകയും അതേ തുടർന്ന് ഞാൻ ആ കുഞ്ഞിനെ ഒരു ദിവസം നോക്കിയിട്ടുള്ളൂ. അപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എൻ്റെ നഴ്സ് മാനേജർ വിളിച്ചിട്ട് പറയുവാണ്, നീ ഇനി ജോലിക്ക് വരണ്ട, 5 ദിവസം ഇൻവെസ്റ്റിഗേഷൻ നടക്കുവാണ്, ഈ ഒരു പേരും പറഞ്ഞു. അപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. ഞാനൊരു ദിവസം നോക്കിയിട്ടുള്ളൂ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഇവർ വെയിറ്റിൻ്റെ പ്രശ്നം എന്ന് പറയുന്നുള്ളൂ, എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല.
അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് ഓർമ്മ തരണം എന്താ സംഭവം എന്നുള്ളത്. എനിക്ക് പിന്നെ പിറ്റേ ദിവസം ഓർമ്മ വന്നു. 5 ദിവസം ഞാൻ എൻ്റെ മുറിയിലിരുന്നു. കാരണം ഞങ്ങൾ പുതിയ ബാച്ചിലെ കുട്ടികളാണ്. അപ്പോൾ എൻ്റെ മുറിയിൽ വേറെ ആരുമില്ല. ഞാൻ മുറിയടച്ചിരുന്ന് കരഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ്. കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരും ആരും എന്നോട് ചോദിക്കണില്ല എന്താ പ്രശ്നമെന്ന്. ആശ്വസിപ്പിക്കാൻ ആരുമില്ല. തിരുവചനം എടുത്തു വെച്ച് വായിക്കാൻ തുടങ്ങി. ഇവിടുന്ന് അച്ഛൻ പറഞ്ഞ ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ തിരുവചനം എടുത്ത് വായിക്കാൻ തുടങ്ങി. എൻ്റെ ഭാഗത്ത് തെറ്റില്ലാത്തതുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞു. അന്ന് എനിക്ക് കിട്ടിയ വചനം ശക്തനും തീരുമാനിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യുന്നു നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ, നിന്റെ ദൈവമായ കർത്താവ് ഞാൻ അത് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നെ എൻ്റെ കൂടെ പഠിച്ചൊരു അച്ഛൻ വൈദികനായി. അപ്പോൾ ഓമനപ്പുഴ ഇടവക അംഗമാണ്. അപ്പോൾ എമ്മച്ചനോട് ഞാൻ കാര്യം അച്ഛനോട് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ അച്ഛൻ എനിക്ക് അയച്ചു തന്ന വചനം ഇത് തന്നെയാണ്. അച്ഛൻ എനിക്ക് മൊബൈൽ അയച്ചു തന്നപ്പോൾ ഈ വചനം തന്നെയാണ്. ഞാനങ്ങനെ ഈ വചനം ഉരുവിട്ട് ശക്തമായി പ്രാർത്ഥിച്ചു. ആരോടും പറഞ്ഞില്ല. കാരണം എൻ്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ മാതാവും ഈശോയും എൻ്റെ കൂടെ വരുമെന്ന് എനിക്ക് ധൈര്യം തരണം. എനിക്ക് എന്താ ഉണ്ടായതെന്ന് പറയാനൊരു കഥ പോലെ എനിക്ക് ഓർമ്മിപ്പിക്കാൻ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയ കാശുരൂപം കയ്യിൽ മുറുകെ പിടിച്ച് ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് ഒരു ടേബിളിൻ്റെ ചുറ്റും കുറേ ഡോക്ടർമാർ, നേഴ്സിങ്ങിൻ്റെ ഹെഡിൽ ആൾക്കാരും ഒരുപാട് പേര് നിരന്നിരിക്കുകയാണ്. അവരുടെ മധ്യ ഒരു കുറ്റവാളിയെപ്പോലും ഞാൻ നിൽക്കുകയാണ്. പരിശുദ്ധ അമ്മ എൻ്റെ ആ കാശുരം പിടിച്ച് മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ച അമ്മ എനിക്ക് ധൈര്യം തരണം. അവരെന്നോട് സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു. ആ പേഷ്യൻ്റ് വാർഡിൽ വന്നപ്പോൾ മുതലുള്ള കാര്യങ്ങൾ ഓരോന്നും എനിക്ക് ഓർത്ത് പറയാൻ സാധിച്ചു. അവരതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ലാത്ത കൊണ്ട് എനിക്ക് ഒന്നാമതായിട്ട് എല്ലാം ഓർമ്മിപ്പിച്ച് തന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ ഓരോ പോയിന്റുകളും ശ്രദ്ധിച്ചിട്ട് അവർ റെക്കോർഡ് ചെയ്തു. അതിൽ നിന്ന് എനിക്ക് എൻ്റെ കൂടെയുള്ളവരൊക്കെ നിന്നെ പറഞ്ഞു വിടും, താമസിയാതെ പോകേണ്ടി വരും, നീ ലോൺ എടുത്തിട്ടുണ്ടോ, പെട്ടെന്ന് പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പതറിയില്ല. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് വചനം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഇന്ന് 7 വർഷം ആ സൗദിയിൽ, ഇപ്പോൾ 7ാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്ത് അവിടെ ജോലി ചെയ്യുന്നു. അമ്മ തന്ന വലിയൊരു അനുഗ്രഹമാണ്. രണ്ടാമതായിട്ട് ഞാൻ കഴിഞ്ഞ OETക്ക് വേണ്ടി ഞാൻ 5 തവണ OET തോറ്റ വ്യക്തിയാണ്. അപ്പോൾ എപ്പോഴും കൃപാസനത്തിൽ ഇവിടെ വരും, പ്രാർത്ഥിച്ചിട്ട് പോകും. പക്ഷേ OETക്ക് വേണ്ടി ഞാനൊരു ഉടമ്പടി എടുക്കണമെന്ന് വിചാരിച്ചിരുന്നില്ല. 2024 മെയ് മാസം 1-ാം തീയതി ഞാൻ എൻ്റെ സഹോദരിയുമായിട്ട് ഇവിടെ വരികയും ഉടമ്പടി എടുത്തു. അതിൽ 1ാമത്തെ ആവശ്യം OET ആയിരുന്നു. നേർച്ച വസ്തുക്കളൊക്കെ ഉണ്ട്. ഞാൻ പ്രാർത്ഥിക്കുകയും കാരുണ്യപ്രവൃത്തികൾ ചെയ്യും. എൻ്റെ ഡ്യൂട്ടിയിൽ എനിക്ക് മാതാവായിട്ട് ഓരോരുത്തരെ മുന്നിൽ കൊണ്ടുവന്ന് തരും. മാതാവിനെ പറ്റി പറയാനും എൻ്റെ അനുഗ്രഹങ്ങൾ ദൈവം അനുഗ്രഹിച്ച അനുഗ്രഹങ്ങൾ പറയാൻ എൻ്റെ മുന്നിൽ ഓരോരുത്തരെ കൊണ്ടുതരും. അതേപോലെ സൗദി ചെന്നപ്പോൾ 4 പേർക്ക് കുട്ടികളില്ലായിരുന്നു. ഞാൻ പത്രം ആദ്യമേ 3 മാസത്തോളം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് പത്രം കൊടുത്തത്. അപ്പോൾ അവരൊക്കെ പ്രഗ്നൻ്റ് ആവുകയും കുഞ്ഞുങ്ങളൊക്കെ ആവുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ഈ ഉടമ്പടി OETക്ക് വേണ്ടി എടുത്തു. എന്നിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞാൻ 5 തവണ തോറ്റ വ്യക്തിയാണ്, ഇനി എന്ത് ഡേറ്റ് എടുക്കും? അങ്ങനെ ഒരു ദിവസം 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ കൂടെ ബഹ്റൈനിൽ എഴുതി തോറ്റ ഒരു കൂട്ടുകാരി എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജൂലൈ മാസം ഡേറ്റ് എടുക്കാം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പ്രിപ്പയർഡൊന്നുമല്ല, എങ്കിലും നീ പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഞാൻ വരാം. മാത്രമല്ല അവൾക്ക് ബഹ്റൈൻ പോകണമെങ്കിൽ ടാക്സിക്ക് 500 റിയാൽ കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് വണ്ടി ഉണ്ടല്ലോ, നമുക്ക് ഒരുമിച്ച് പോകാം. അങ്ങനെ ഞാൻ പഠിച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ അവൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു, ഞാൻ വണ്ടിയിൽ കൊണ്ടുപോകാം, പരീക്ഷ എഴുതാമെന്ന് പറഞ്ഞു. പക്ഷേ പരീക്ഷയ്ക്ക് പോകുന്നതിൻ്റെ തലേദിവസം അവളെന്നെ വിളിച്ചിട്ട് പറയാം, അവൾ വരുന്നില്ല, ക്യാൻസൽ ചെയ്തു എന്ന്. ഞാൻ പോയി പത്രം, ഞാൻ അവിടെ നിന്ന് മൊബൈലൊന്നും നോക്കിയില്ല, പത്രം കയ്യിൽ പിടിച്ച് പത്രം വായിച്ചുകൊണ്ടിരുന്നു. ഭയങ്കര കൂളായിരുന്നു. ഓൾറെഡി അവിടുത്തെ എക്സാമിനേഴ്സിന് എന്നെ അറിയാം. കാരണം ഞാൻ എപ്പോഴും ഈ ബഹ്റിനിൽ തന്നെ 3 വട്ടം എഴുതിയേക്കണം. അപ്പോൾ അവർക്കൊക്കെ എന്നെ പരിചയമായി. സ്പീക്കിങ്ങിന് എൻ്റെ 3 തവണ തോറ്റ ടീച്ചർ ആ പുള്ളിക്കാരി ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരി എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, നിനക്ക് ഇതുവരെ കിട്ടിയില്ല OET? ഇല്ല മാം എന്ന് പറഞ്ഞു. ഇത്തവണ മാം തന്നെയാണോ സ്പീക്കിങ്ങിനെന്ന് ചോദിച്ചു. അറിയില്ല മോളെ എന്ന് പറഞ്ഞു. ഞാൻ പത്രം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ വിശുദ്ധ തൈലവും ഉപ്പും ഒക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങിയത്. എനിക്ക് എന്താണെന്നറിയാം, ഭയങ്കര ധൈര്യം കിട്ടി. എല്ലാത്തിനും ധൈര്യമാണ്. പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ വന്ന ധൈര്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ ലിസണിങ്ങിന് കയറുമ്പോൾ, ലിസണിങ്ങാണ് എപ്പോഴും പോകുന്നത്, ലിസണിങ്ങിന് ഇരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് അവിടെ ഒരു അറബി ലേഡി ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ മുതൽ ആ മുറിയിൽ ഒരു അറബി ലേഡിയുള്ളൂ. അവർക്ക് അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു അൽത്താരയിൽ കുന്തിരിക്കം പുകയ്ക്കുന്ന ഒരു സ്മെല്ല്. ഞാൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ അവിടെ ഒരു അറബി ലേഡി മാത്രമേ ഉള്ളൂ. അവർ രാവിലെ മുതൽ മുറിയിലുള്ളതാണ്. പിന്നെ പുതിയതായിട്ട് ആരും കടന്നു വന്നിട്ടില്ല. സ്പ്രേയുടെ മണമൊന്നുമല്ല, ശരിക്കും കുന്തിരിക്കം പുകയ്ക്കുന്ന മണം തന്നെയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഈ പരീക്ഷ വിജയിക്കുന്ന അപ്പം തന്നെ ഉറപ്പിച്ചു. ലിസണിങ് എനിക്ക് ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്കോർ കിട്ടുന്നതിലും ഫെയിലാവുന്ന സംഭവമാണ്. പരിശുദ്ധ അമ്മ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആ ലിസണിങ് മൊത്തം എനിക്ക് സ്പീഡ് എഴുതാൻ പറ്റി. എനിക്ക് ഭയങ്കര ധൈര്യം കിട്ടി ആ സമയത്ത്. സ്പീക്കിങ്ങിന് ചെന്നപ്പോൾ വേറൊരു പുള്ളിക്കാരിയാണ് കണ്ടതും, ഒരമ്മയെപ്പോലെ പരിശുദ്ധമ്മയെപ്പോലെ ചൈതന്യമുള്ള ഒരു വ്യക്തി. അവരും ഭയങ്കര കൂളായിട്ട് എനിക്ക് റിലാക്സ് ആയിട്ട് നല്ല രീതിയിൽ സ്പീക്ക് ചെയ്യാൻ പറ്റി. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഉറപ്പിച്ചു, ഞാൻ മാതാവിന് നടയിൽ നിന്ന് സാക്ഷ്യം പറയും. OET എനിക്ക് കിട്ടിയെന്നെ ഉറപ്പിച്ചു. ഞാൻ വന്ന്
ഞാൻ ആ എക്സാം ആരോടും പറയാതെ പോയിരുന്നത്, എൻ്റെ ഹസ്ബൻഡ് മാത്രം അറിയുള്ളൂ. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എല്ലാത്തിനും ഫുൾ ബി ഉണ്ട്. ഞാൻ അന്നൊക്കെ UK പോകാൻ വേണ്ടി നോക്കി ബി എങ്കിലും തരണേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. മാതാവ് ഞാൻ ആഗ്രഹിച്ച് അതെനിക്ക് സാധിച്ചു തന്നു. 5 തവണ കിട്ടാത്തൊരു കാര്യമാണ് എനിക്ക് സാധിച്ചത്. പിന്നെ ഞാൻ 2018 എൻ്റെ ഇവിടെ വന്നപ്പോൾ സാക്ഷ്യം എഴുതിയ ആഗ്രഹം എഴുതിയ കൂട്ടത്തിൽ എൻ്റെ ഭവനം, ഞങ്ങൾ ജനിച്ച് വളർന്നപ്പോൾ ഞങ്ങൾക്ക് ഇടവകയിൽ നിന്ന് അച്ഛന്മാർ വെച്ച് തന്നൊരു ഭവനമായിരുന്നു. അപ്പോൾ എൻ്റെ ചേട്ടന് 36 വയസ്സായിട്ടും വിവാഹമൊന്നും നടക്കുന്നില്ല. കാരണം വീട് ചെറുതാന്ന് പറഞ്ഞിട്ടാണ് കല്യാണം നടക്കാത്തത്. ആൾ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെങ്കിലും കിട്ടുന്നില്ല. അപ്പോൾ ഞാനിവിടെ വരുമ്പോൾ എൻ്റെ വീടിന് വേണ്ടി എഴുതുമായിരുന്നു. അപ്പോൾ നടക്കുന്നില്ല, പക്ഷേ എഴുതും. പിന്നെ പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് മാതാവ് ആ സമയത്ത് തരും, സമയമാകട്ടെ അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. ഇത്തവണ ഞാൻ 2024 ഞാൻ വീണ്ടും അത് എഴുതി. വിശുദ്ധ ഉപ്പ്, നമ്മുടെ ഇവിടുന്ന് കിട്ടിയ ഉപ്പ് ഞാൻ 4 അതിരിനും തളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ സൗദിക്ക് പോയിരുന്നത്. അപ്പോൾ എനിക്ക് ഈ കഴിഞ്ഞ വർഷം ഭവനം പൂർത്തീകരിക്കുവാനും അമ്മ മാതാവ് ഇടപെട്ട് നല്ലൊരു ഐശ്വര്യമുള്ള ഭവനം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിച്ചു. അതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കൂടാനും നന്ദി പറയുന്നു. പിന്നീട് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്, ജീവനോടെ നിൽക്കുന്നത് പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും ഒരു കാരുണ്യം കൊണ്ടൊന്ന് മാത്രമാണ്. കാരണം എൻ്റെ പ്രസവമൊക്കെ സൗദി അറേബ്യയിലായിരുന്നു. അപ്പോൾ ആ കൊറോണയുടെ സമയമായതുകൊണ്ട് നാട്ടിൽ പ്രസവത്തിന് വരാൻ സാധിക്കുകയില്ല. അപ്പോൾ ഞാൻ എൻ്റെ തൊട്ടപ്പുറത്തുള്ള MCH മെറ്റർണിറ്റി ആൻഡ് ചൈൽഡ് ഹെൽത്തിൽ പോയി. അതേപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകും. പ്രസവം നവംബറിലാണ്, പക്ഷെ അവരാരും എടുക്കണില്ല. അവർ പറയണ പ്രസവമായിട്ടില്ല, ഡേറ്റ് ആയിട്ടില്ല, പോയിട്ട് വാ, ഒന്നും ആയിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ മാതാവ് ഇങ്ങനെ ഉണ്ണീശോനെ സത്രത്തിൽ ഇങ്ങനെ തിരക്കി നടന്ന പോലത്തെ ഒരവസ്ഥയായിരുന്നു. എനിക്ക് ഡേറ്റ് കഴിഞ്ഞിട്ട് ആശങ്കയായി, ആരും എടുക്കുന്നില്ല. ഒരാഴ്ചയോളമായിട്ട് എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്, അതൊന്നും അവർ അംഗീകരിക്കുന്നില്ല. അതേപോലെ ഹാർട്ട് റേറ്റൊക്കെ നോക്കുമ്പോഴും അതിലൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷെ ഇവരൊന്നും അംഗീകരിക്കുന്നില്ല. ഇവർ പറഞ്ഞ് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു വിടും. അങ്ങനെ ഡിസംബർ 1-ാം തീയതി ആയപ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ വിശുദ്ധ എണ്ണയും വിശുദ്ധ തൈലവും ഉപ്പും ഒക്കെ ഉപയോഗിച്ചു. ഇവരിങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ഇരുന്ന് വൈകുന്നേരമായപ്പോൾ കുറേ നടന്നൊക്കെ നോക്കി, പ്രസവമാവുന്നില്ല. അവസാനം എന്നെ ഒരു പനിച്ച് വിറച്ചൊരവസ്ഥയിലാണ് എന്നെ കിങ് ഫഹദ് യൂണിവേഴ്സിറ്റി, ഞാൻ വർക്ക് ചെയ്യുന്ന കിങ് ഫഹദ് ദമാമിലാണ്, പക്ഷേ എന്നെ കൊണ്ടുപോയത് കിങ് ഫഹദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവരെന്നെ കൊറോണ ടെസ്റ്റിന് വേണ്ടി ഒരു മുറി മാറ്റി കിടത്തി. മണിക്കൂറോളം എന്നെ അവിടെ ഇട്ട്, ഒരു സ്കാനിങ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവസാനം എനിക്ക് അവിടെ ഒരു ഫാമിലി ഫ്രണ്ട് പോലെ ഉണ്ട്, അവർ വന്നിട്ട് സംസാരിച്ചു. എന്നെ അവർ കയറ്റി അൾട്രാസൗണ്ട് ചെയ്തിട്ട് ആ ഡോക്ടർ പറഞ്ഞു ബേബി ഈസ് പ്ലേയിങ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല മാം, ബേബി ഡിസ്ട്രസ്സിലാണ്, കാരണം എൻ്റെ വയറിങ്ങനെ ഭയങ്കര പൊങ്ങുന്നുണ്ട്, കുഞ്ഞ് ശ്വാസം കിട്ടാതെ പെടയുന്നതാണ്. അപ്പോൾ അത് എനിക്ക് എന്തെങ്കിലും എമർജൻസി ആയിട്ട് ചെയ്യണം, നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കാതിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ചെയ്തായിരുന്നു, എനിക്ക് വിറയ്ക്കുകയാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ വായിക്കുമെന്ന് പറഞ്ഞു. ഒച്ചതി വായിക്കാൻ പറഞ്ഞു. കാറിലിരുന്ന് ഞാനത് വായിപ്പിച്ചു. അപ്പോൾ അവിടെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ആ 3 മണിക്കൂറോളം കഴിഞ്ഞ് 2-ാം തീയതി ആയി. 2-ാം തീയതി വെളുപ്പിനായപ്പോൾ എന്നെ എമർജൻസി ആയിട്ട് ലേബർ റൂമിലേക്ക് വിട്ടു. അവിടെ ചെന്ന് ഹാർട്ട് റേറ്റ് നോക്കിയപ്പോൾ 200 മേലുണ്ട്. അപ്പോൾ എനിക്കറിയാം ഞാൻ ഒന്നെങ്കിൽ കുഞ്ഞ് അല്ലെങ്കിൽ ഞാൻ ഒരാളെ ഉണ്ടാവുള്ളൂ എന്നറിയാം. എൻ്റെ BP ഒക്കെ ഡൗണായി, എനിക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി പിന്നെ അറിയുന്നത്, ഞാൻ അറിഞ്ഞ കാര്യം എൻ്റെ മോൻ മരിച്ചു എന്ന് പറഞ്ഞ ഒരു ട്രെയിൽ മാറ്റി കിടത്തിയെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ആ സമയത്ത് ഒരു പീഡിയാട്രീഷ്യൻ ഡോക്ടർ വന്ന് കുഞ്ഞിനെ പെട്ടെന്ന് നോക്കുകയും അയാളെ കൊണ്ടുപോയി. അങ്ങനെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയെടുത്തു. പിന്നെ എനിക്ക് ഡിസ്ചാർജ് ആവണതിന് മുന്നേ എനിക്ക് സിസേറിയൻ ചെയ്ത സ്ഥലത്തൊന്നും വേദനയില്ല. എൻ്റെ വേദന മൊത്തം ലങ്സിൻ്റെ ഭാഗത്താണ്. ഇവരെനിക്ക് 6 മണിക്കൂർ ഇഞ്ചക്ഷൻ പാരാസെറ്റാമോൾ തരും, എന്നിട്ട് പറയും വേദന കുറഞ്ഞൊരു ഡിസ്ചാർജ് ആക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റില്ല ഡോക്ടർ, എനിക്ക് അവിടെയല്ല, സിസേറിയൻ ചെയ്ത ഭാഗത്ത് വേദനയില്ല, ഞാൻ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് അവിടെ ഒന്നൊരു പ്രശ്നമില്ല, നിങ്ങൾ എൻ്റെ ഈ ശ്വാസകോശത്തിനോട് എന്താ പ്രശ്നമെന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നിർബന്ധിച്ചിട്ട് അവരെന്നെ CT സ്കാൻ ചെയ്തു. അപ്പോൾ അവർ പറയുകയാണ് ശ്വാസകോശം മൊത്തം വെള്ളമാണ്, പ്ലൂറൽ എഫ്യൂഷനാണ്. അതേപോലെ മൈൽഡ് അക്റ്റലക്ടാസിസ്, മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കറിയാം ലങ്സ് കൊളാപ്സ് ആവുന്നൊരവസ്ഥയാണ്. അപ്പോൾ എൻ്റെ പ്രതീക്ഷയൊക്കെ നശിച്ച ഒരവസ്ഥയാണ്. കാരണം ഇനി ജോലിക്ക് പോകാൻ പറ്റുമോ? ഒരുപാട് പ്രതീക്ഷ കിട്ടിയ ജോലിയാണ്, കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും, ആകെ വിഷമമായ കരച്ചിലായി. പക്ഷേ ഡിസ്ചാർജ് ആക്കുമ്പോൾ അവരെനിക്ക് എന്താ തന്നു, സ്പൈറോമീറ്റർ തന്നു, വീർപ്പിക്കുന്ന പരിപാടി അത് തന്നു. പക്ഷേ അത് കൊണ്ടുപോയിട്ട് വീട്ടിൽ പോയിട്ട് എനിക്ക് കിടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, അത് ഊതുമ്പോൾ വേദന കൂടുന്നല്ലാതെ. അപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകളും എനിക്ക് അനുഗ്രഹങ്ങളുള്ള വചനങ്ങളും ഒക്കെ പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ച് വയറിൽ തേക്കുകയും ഉപ്പ് ഉപയോഗിക്കുകയൊക്കെ ചെയ്തു. വചനം വായിച്ച് വചനത്തിൻ്റെ ശക്തി കൊണ്ട് ഞാൻ ഒച്ചൊരു പാട്ട് പാടാൻ തുടങ്ങി. എൻ്റെ ഏറ്റവും വലിയ വിഷമം എനിക്ക് പാട്ട്, ദൈവത്തെ സ്തുതിക്കാൻ ഭക്തിഗാനം മാത്രം നന്നായിട്ട് പാടാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവം എനിക്ക് ഭക്തിഗാനം നല്ലപോലെ പാടാൻ പറ്റുന്നില്ലല്ലോ, എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു.
ഞാനങ്ങനെ ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം എന്ന് പറയുന്ന പാട്ടുണ്ട്. അതങ്ങനെ വേഗം പാടി അതിൻ്റെ ശ്വാസകോശം ഞാൻ തന്നെ പാട്ട് പാടി ഡെവലപ്പാക്കി എടുത്തു. അങ്ങനെ ഞാൻ 1 മാസം പോലും റെസ്റ്റ് എടുത്തില്ല. ഞാൻ ജോലിക്ക് കയറി. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 7 വർഷം ഞാനവിടെ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് തമ്പുരാൻ്റെ കൃപയും പരിശുദ്ധ അമ്മ ചെയ്ത വലിയ ഉപകാരങ്ങൾക്ക് നന്ദിയായിട്ടാണ്. അതേപോലെ കാരുണ്യ പ്രവൃത്തികൾ എൻ്റെ സാലറി എന്നൊക്കെ ഞാൻ രോഗികളെ സഹായിക്കാറുണ്ട്. ക്യാൻസർ പേഷ്യൻസിനായാലും ഞങ്ങളുടെ പപ്പ എൻ്റെ അമ്മയും എൻ്റെ അമ്മായിപ്പനൊക്കെ ക്യാൻസറായിട്ടാണ് മരിച്ചത്. അപ്പോൾ ഞങ്ങൾ ക്യാൻസർ പേഷ്യൻസിനൊക്കെ സഹായം ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പത്രം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ കയ്യിൽ കൊണ്ടു നടക്കും. മാതാവ് തന്നെ ഒരാളെ കാണിച്ചു തരും, ഞാൻ അവർക്ക് കൊടുക്കും. അതേപോലെ ഹോസ്റ്റലിലൊക്കെ ആയാലും ഞാൻ OETക്ക് പോകുന്നതിന് മുന്നേ ഞാൻ എൻ്റെ കൂട്ടുകാർക്കൊക്കെ കൊടുത്തായിരുന്നു. വിഷമിക്കുന്നവരെ മാതാവ് തന്നെ എൻ്റെ മുന്നിൽ കൊണ്ട് കാണിക്കും. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പത്രം കൊടുത്തു. അതേപോലെ തന്നെ എനിക്ക് അവിടെ സൗദിയിൽ പള്ളി ഉണ്ടെങ്കിലും എപ്പോഴും അച്ഛന്മാരല്ലേ വിസിറ്റിംഗ് വിസയിലൊക്കെയാണ് വരുന്നത്. പറ്റുമ്പോഴൊക്കെ ഞങ്ങൾ സജീവമായിട്ട് പങ്കെടുക്കാറുണ്ട്. മറ്റുള്ളവരെ മാക്സിമം കെയർ ചെയ്തും. അതേപോലെ രോഗികളെ ഞാൻ കുഞ്ഞുങ്ങളെ നോക്കുന്ന ക്യാൻസർ പേഷ്യൻസാണ് കുഞ്ഞുങ്ങൾ. അവർക്ക് ഞാൻ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ്. ഞാൻ 4 മണിക്കൂറോളം ബോൺ മാരോ മജ്ജ മാറ്റിവെക്കലിന് ഞാൻ ഇരിക്കും. അപ്പോൾ ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയാണ് ഇരിക്കുന്നത്. ദൈവം സഹായിച്ച് ഞാൻ ഡിസ്ചാർജ് ചെയ്ത് വിട്ട കുഞ്ഞുങ്ങളൊന്നും ക്യാൻസറായിട്ട് വീണ്ടും വന്നിട്ടില്ല. ഞാനത് നോട്ട് ചെയ്യാൻ തുടങ്ങി. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഓരോ രോഗികളെയും കെയർ ചെയ്യുമ്പോൾ ഞാൻ മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അമ്മയും തിരുക്കുമാരനും ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് എന്നെ ഈ സാക്ഷിയാക്കിയതിന് കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സാക്ഷി നിങ്ങൾക്ക് ആദ്യമായി തന്നെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. എൻ്റെ പേര് ആഷ്ലി, ഇതെൻ്റെ ഹസ്ബൻഡ് ബിബിൻ, ഇത് ഞങ്ങളുടെ മകള് അനാലിയ മറിയം ബിബിൻ. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 2019 ആദ്യമായിട്ട്. 2025 ജനുവരി 30 ഞങ്ങളുടെ ഉടമ്പടി വെക്കാത്ത ഇവളുടെ ജനനസമയത്ത് ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടിയതിനെപ്പറ്റി ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതവും ഉടമ്പടി ജീവിതവും പുറകോട്ട് പോയി കുറച്ചുകൂടി. ആ സമയത്ത് ഏപ്രിൽ മാസത്തിലും ജൂൺ മാസത്തിലും ഓഗസ്റ്റിലും ഇവൾക്ക് ഫിക്സ് ഉണ്ടായി. ഓഗസ്റ്റിൽ ഒരു ദിവസം തന്നെ 3 പ്രാവശ്യം അടുപ്പിച്ച് ഫിക്സ് ഉണ്ടാവുകയും അന്ന് ഇൻഫ്ലുവൻസ വൈറസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. 7 ദിവസത്തെ ആൻറ്റിബയോട്ടിക് എടുക്കുന്ന സമയത്ത് ഇവളുടെ പനി കുറയാതെ വന്നു. ആ സമയത്ത് മാതാവിനോട് ഞങ്ങൾ ഒത്തിരി അപേക്ഷിച്ചു. അങ്ങനെ അത് മാറുകയും അതിവിടെ സാക്ഷ്യപ്പെടുത്തിയേക്കാൻ നേർന്നെങ്കിൽ അത് സാക്ഷ്യപ്പെടുത്താൻ പറ്റിയില്ല. അതിനാദ്യമായി തന്നെ മാതാവിനോട് മാപ്പ് അപേക്ഷിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ സെപ്റ്റംബർ 17 ഇവൾക്ക് 1 വയസ്സാവുകയും 19 ഒരു കുഴപ്പമില്ലാതെ കളിച്ചുകൊണ്ടിരുന്ന ഇവള് രാത്രി ഒരു 9:30 ആയപ്പോഴത്തേനും ഫിക്സ് ഉണ്ടായി 1 മണിക്കൂറോളം നീണ്ടു നിന്നു. അത് ഞങ്ങളുടെ സ്ഥലത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും അവിടുന്ന് ആംബുലൻസിൽ ചെറിയൊരു ഓക്സിജൻ്റെ സപ്പോർട്ടോട് കൂടി ഇവളെ പാലായിലോട്ട് പറഞ്ഞു വിട്ടു. അവിടെ എത്തി കോട്ടയത്തിന് പോകാൻ ഞങ്ങൾ ഒരുങ്ങിയത്. പക്ഷേ പാലായി എത്തിയപ്പോൾ തന്നെ ഇവളുടെ സ്ഥിതി മോശമായതോടുകൂടി പാലായിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഞങ്ങൾ പ്രവേശിപ്പിച്ചു. അവിടെ 8 ഡോസ് മരുന്നാണ് ഫിക്സിനുള്ളത്. അതിൽ 4 ഡോസ് മരുന്ന് കൊടുത്തപ്പോഴാണ് വെന്റിലേറ്ററിന് സപ്പോർട്ടോട് കൊടുത്തപ്പോഴാണ് ഫിക്സ് കൺട്രോൾ ആയത്. അപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു ഫിക്സ് കൺട്രോൾ ആകാനായിട്ട് ടോട്ടൽ ഒരു 3 മണിക്കൂറോളം സമയം എടുത്തിട്ടുണ്ട്, ഇവളുടെ ബ്രെയിനിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പക്ഷേ മാതാവിനെ മുറുകെ പിടിച്ചു. 20 രാവിലെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളെ ഓർത്ത് അവരുടെ രോഗാവസ്ഥയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുടെ ദൈവമേ അവരുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന്. ഞങ്ങൾ അന്നേരം ആശ്വസിച്ചു. മാതാവിൻ്റെ മുൻപ് ഞങ്ങളുടെ പ്രാർത്ഥന എത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചു. പക്ഷേ അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഡോക്ടർ രാവിലെ പറഞ്ഞു MRIയും CT സ്കാനും EEGയും LP ടെസ്റ്റും എല്ലാം ചെയ്യണം ഇവൾക്കെന്ന്. അങ്ങനെ അതെല്ലാം ചെയ്തു. പക്ഷേ റിസൾട്ടെല്ലാം പോസിറ്റീവായിരുന്നു. അങ്ങനെ വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ട് 21 രാവിലെ മാറ്റാം എന്നെങ്കിൽ പറഞ്ഞെങ്കിലും രാവിലെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ആൾക്ക് ന്യൂമോണിയയാണ്, ലങ്സിന് ഇൻഫെക്ഷൻ ഉണ്ട്. ന്യൂമോണിയയുടെ മെഡിസിൻ കൊടുത്തു. 72 മണിക്കൂർ കഴിയാതെ ആളുടെ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല. വേറെ ഒന്നും പ്രത്യേകിച്ച് ഇവിടെ ചെയ്യാൻ ഞങ്ങൾക്കില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് സെക്കൻഡ് ഒപ്പീനിയൻ വേണമെങ്കിൽ എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ഒരു ഹോസ്പിറ്റലിൽ ഞങ്ങളോട് പറഞ്ഞു അത് അവിടുന്ന് ഡോക്ടർ വന്ന ആളെ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങളത് പിന്നെ സമ്മതിച്ചു. അങ്ങനെ പാലായിലെ ആശുപത്രിയിൽ നിന്ന് കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലോട്ട് അവളെ ഷിഫ്റ്റ് ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ടോട് കൂടി തന്നെ PIC കിടന്നു. പിറ്റേ ദിവസം ആയപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു ഫിക്സ് കൺട്രോൾ ആയിട്ടുണ്ട്, എന്നാൽ ആളുടെ നില ക്രിട്ടിക്കലി വീക്കാണ്, ഒന്നും പറയാറായിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ 25 ആയപ്പോഴത്തേനും എൻ്റെ പേരൻസും എല്ലാവരും പറഞ്ഞു ബിബിയോട് പോയി ഉടമ്പടി എടുക്കുക, ആള് ക്രിട്ടിക്കലി വീക്കല്ലേ, പോയി ഉടമ്പടി എടുക്കുക, അച്ഛനെ കാണാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഹസ്ബൻഡ് 26 വന്ന് ഉടമ്പടി എടുത്ത് അച്ഛനെ കാണുകയുണ്ടായി.
അച്ഛൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, പക്ഷേ മാതാവിൽ ഉറച്ച് വിശ്വസിച്ചു. ഉടമ്പടി എടുത്ത് തിരിച്ച് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നു മുതൽ നമുക്ക് മൊത്തം പരീക്ഷണമായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുന്നതെന്ന്. അതുപോലെ തന്നെ 25-ാം തീയതി രാത്രി ആയപ്പോൾ ഡോക്ടർ വീണ്ടും പറഞ്ഞു, ആളെ വെന്റിലേറ്ററിലോട്ട് തന്നെ വീണ്ടും മാറ്റണം. HFNC മോഡിലോട്ട് 25-ാം തീയതി മാറ്റിയായിരുന്നു. അതിലാൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അങ്ങനെ വീണ്ടും 26-ാം തീയതി ഉടമ്പടി എടുത്തിട്ട് വന്നപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ടിലോട്ട് തന്നെ മാറ്റണം, അവൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ വെന്റിലേറ്ററിലോട്ട് തന്നെ മാറ്റി. 27-ാം തീയതി രാവിലെ ആയപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു ആളുടെ ലങ്സ് സിവിയർ ന്യൂമോണിയയും RSV വൈറസ്, ARDS, ന്യൂമോതറാക്സ്, അതുപോലെ തന്നെ ഈ ലങ്സിൽ ബബിൾസ് ഉണ്ടായിട്ട് പൊട്ടി എയർ ലീക്ക് ആകുന്ന ഒരു അസുഖമായിരുന്നു ഇവൾക്ക് മെയിനായിട്ടും. അത് കൂടി അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇതിന് പരിഹാരമായിട്ട് ഇത് ക്രിട്ടിക്കലി മുന്നോട്ട് പോവുകയാണെങ്കിൽ ECMO എന്ന് പറയുന്നൊരു ട്രീറ്റ്മെൻറ്റ് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അതിൻ്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ സൂചിപ്പിച്ചു. നിലവിലിപ്പോൾ ആവശ്യമില്ലാതെ നമുക്ക് എന്നാലും മുന്നോട്ട് അത് ചെയ്യേണ്ടി വരും എന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ അപ്പം തന്നെ അവിടെ ഇരുന്നുകൊണ്ട് ഡോക്ടറുടെ മുന്നിൽ ഇരുന്ന് പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യേണ്ടി വരത്തില്ല, സമയം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഒരിക്കലും ചെയ്യേണ്ടി വരത്തില്ല എന്ന് അവിടെ ഇരുന്ന് പറഞ്ഞു. പക്ഷേ വീണ്ടും 28-ാം തീയതി ആയപ്പോൾ രാവിലെ ഡോക്ടർ പറഞ്ഞു മെഡിക്കൽ പരമായിട്ട് ആരെങ്കിലും ഉണ്ട് അവരോടൊന്ന് സംസാരിക്കണം കുട്ടിയുടെ കാര്യം. അതുവരെ നമ്മുടെ മനസ്സിന് ശാന്തതയായിരുന്നു. പക്ഷെ അന്ന് എല്ലാവരോടും സംസാരിച്ചു, ആൾ ക്രിട്ടിക്കലി ഭയങ്കര വീക്കാണ്, ECMOയെ പറ്റി ചിന്തിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതൊരിക്കലും ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചേച്ചി ഒക്കെയാണ് സംസാരിച്ചപ്പോൾ ചേച്ചിയൊക്കെ 29-ാം തീയതി രാവിലെ അവരെത്തി. 29-ാം തീയതി രാവിലെ ഡോക്ടർ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ 2 മണി വരെ സമയം പറഞ്ഞു. ഞങ്ങൾ എന്നും ആശുപത്രിയിൽ നിന്ന് റിവ്യൂ കഴിയുമ്പോൾ തന്നെ പള്ളിയിലോട്ട് പോകും. പിന്നെ 7 മണിയാകുമ്പോൾ 6 മണിൻ്റെ കുർബാനയും കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തുകയുള്ളായിരുന്നു. അതുപോലെ തന്നെ അന്ന് രാവിലെ ഞങ്ങൾ അതുപോലെ തന്നെ ചെയ്തു. ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ ചുറ്റും ഒത്തിരി ആൾക്കാരുണ്ടെങ്കിലും മനുഷ്യരെയും കൊണ്ട് ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല, ദൈവമേ നിനക്ക് മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും മറുപടി തരാൻ പറ്റുള്ളൂ, അത് ഞങ്ങൾക്ക് തരണേ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് പള്ളി ചെന്നപ്പോഴത്തേനും പേരൻസും എല്ലാവരും കൂടി ഞങ്ങളോട് പറയാൻ തുടങ്ങി. ചേച്ചിയും ചേട്ടനും എല്ലാവരും പറഞ്ഞു നിങ്ങൾ എന്ത് വന്നാലും അത് ഉൾക്കൊള്ളണം, അങ്ങനെ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ല, എന്ത് വന്നാലും ഉൾക്കൊള്ളാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. 23/9 ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറയുന്നുണ്ട്, ഈ ധ്യാനം കൂടുന്ന എല്ലാവർക്കും 10 വർഷം പറയാനുള്ള ഒരു അനുഗ്രഹമായിരിക്കും മാതാവ് തരുന്നതെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞ് അവിടെ ഒന്ന് ഉറക്കെ കരഞ്ഞു. അന്നേരത്തേന് ഹോസ്പിറ്റലിൽ നിന്ന് പതിവില്ലാതെ എൻ്റെ ഫോണിലോട്ടൊരു കോള് വന്നു. ECMO ചെയ്യുന്നതിന് മുന്നായിട്ട് ആളുടെ കുറച്ച് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അതിനൊന്ന് ഒപ്പിടണമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്ന് കുഞ്ഞിനെ കണ്ടപ്പോഴത്തേനും ഞങ്ങളുടെ മൊത്തം ഇതും മാറി, ആളുടെ കളറൊക്കെ ചേഞ്ചായി. കിടക്കുന്ന കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഒരു ജീവനില്ലാത്ത ഒരാളെങ്ങനെ കിടക്കുന്നത് അതുപോലെയായിരുന്നു കുഞ്ഞ് കിടക്കുന്നത്. അത് കണ്ടിട്ട് എനിക്കവിടെ നിൽക്കാൻ തോന്നിയില്ല. ഞാൻ പുറത്തോട്ട് ഇറങ്ങി വന്ന് അവിടെ ഇരുന്ന് ഉറക്കെ കരഞ്ഞിട്ട് പറഞ്ഞു, കൃപാസനത്തിൽ ജീവനോടെ സമയാടികാരം നെഞ്ചിലേറ്റി മാതാവിടെ ഇരുന്നാൽ പോരാ, ഞങ്ങളുടെ കൊച്ചിൻ്റെ അടുത്ത് വരണം. ഇനി ഞാൻ ഇതിൻ്റെ മുന്നിൽ നിന്ന് ഒരിടത്തോട്ടും പോകത്തില്ല, ഞങ്ങളുടെ കുഞ്ഞിന് സൗഖ്യം തരാതെ എന്ന് പറഞ്ഞ് കരഞ്ഞവിടെ ഇരുന്ന് ഒപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഇവർ പുറത്തോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്നവരോട് ഞാൻ പറഞ്ഞു, ആളുടെ കളറൊക്കെ കണ്ടില്ലേ, ഒന്ന് പോയി നോക്കിയിട്ട് പറയാവോ, അവൾക്ക് ജീവനുണ്ടോയെന്നൊന്ന് നോക്കിയിട്ട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ഞാൻ ചോദിച്ചു കരഞ്ഞു. അന്നേരത്തേന് എൻ്റെ ചേച്ചിയൊക്കെ പറഞ്ഞു, ഇന്ന് കുഞ്ഞിന് വേണ്ടിയുള്ള ബലിയാ പള്ളി നടക്കുന്നത്, നീ പോയി കൂട്. ഞാൻ പോകില്ല എന്ന് പറഞ്ഞെങ്കിൽ അവരെന്നെ നിർബന്ധിച്ച് ഞങ്ങളെ 2 പേരെയും കൂടെ വിട്ടു. ഞങ്ങൾ പള്ളിയിൽ പോയി കുർബാന മുഴുവൻ കരഞ്ഞുകൂടി. തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ ദൈവത്തോട് ഞങ്ങൾ 2 പേരും കൂടി പറഞ്ഞു, ജീവനുള്ള മനുഷ്യദൈവത്തെ ആരാധിക്കുന്ന ഒത്തിരി ആളുകൾ സന്തോഷത്തോടെ ഈ ജീവിക്കുന്ന ഈ മണ്ണിൽ ആകാശവും ഭൂമി സൃഷ്ടിച്ച കാണപ്പെടാത്ത ഞങ്ങളുടെ സത്യദൈവത്തെ വിശ്വസിക്കുന്ന ഞങ്ങൾക്കൊരു മറുപടി തരാൻ നിനക്ക് പറ്റുന്നില്ലേ എന്ന് ചോദിച്ചു. അതും പറഞ്ഞ് മാതാവിനോട് ഞാൻ പറഞ്ഞു, എന്നെ പോറ്റമ്മയായിട്ട് കണ്ടാൽ മതി, പെറ്റമ്മയായി നിനക്കല്ലേ ഇത് വേദന കൂടുതൽ അനുഭവിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് കരഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ചെന്നപ്പോഴത്തേനും ചേച്ചി പറഞ്ഞു, 6:30 ആയപ്പോഴത്തേനും മനസ്സിലിരുന്നിങ്ങനെ പറയുക, കുട്ടീനെ പോയി നോക്കുന്ന. അങ്ങനെ അവർ ചെന്ന് കൊച്ചിനെ നോക്കുമ്പോഴത്തേനും ശിരസ് തുടങ്ങി കാല് വരെ അവളൊന്ന് പെട്ടെന്ന് അനങ്ങുകയും അന്നേരത്തേനും ആളുടെ സാച്ചുറേഷൻ ലെവൽ കൂടുകയും ചെയ്തു. അന്നേരത്തേന് വെന്റിലേറ്ററിൻ്റെ കൂടിയ സപ്പോർട്ട് 100 സാച്ചുറേഷൻ 100 വെച്ചിട്ടും അവൾക്ക് ഓക്സിജൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് 80 താഴെ പോവായിരുന്നു. അതുകൊണ്ട് നൈട്രിക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ വെച്ചിട്ടുണ്ടായിരുന്നു 2 മണിക്കൂറായിട്ട്. അത് നിലവിൽ മാറ്റി എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ എന്നും തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ രഹസ്യമായിട്ടായിരുന്നു അത് ചെയ്ത്, ആരെയും കാണാതെ
ഒളിച്ചും ഭാഗത്തും കൊണ്ടുപോയി ചെയ്യുമായിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലി വചനം ചൊല്ലി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതിന് നന്ദി പറയാനായിട്ട്, ഇത് വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങളിവിടെ നന്ദി പറയാനായിട്ട് ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് ജപമാല ചൊല്ലിയപ്പോൾ നല്ല സുഗന്ധാഭിഷേകമായിരുന്നു ഞങ്ങൾക്ക് മുഴുവൻ നേരം കിട്ടിയത്. അത് കഴിഞ്ഞപ്പോഴത്തേനും മാതാവിൻ്റെ അത് കഴിഞ്ഞപ്പം അന്ന് ഇവിടെ വന്നപ്പോൾ ഇവിടെ പറയുന്നത് കാർഡിയാക് അറസ്റ്റ് രാത്രി വന്നിട്ട് എക്മോ ചെയ്തൊരു കൊച്ചിൻ്റെ സാക്ഷ്യമായിരുന്നു. ആ ചേച്ചി സാക്ഷ്യം പറഞ്ഞിറങ്ങിയപ്പോൾ എൻ്റെ ചേച്ചിയോട് പറഞ്ഞു, സങ്കീർത്തനം 91 കുട്ടിയുടെ അടുത്ത് പോയി എന്നും ചെല്ലണം, അവരങ്ങനെ ചെയ്യുമായിരുന്നു പറഞ്ഞു. പിന്നെ ഞാൻ പോയ വഴിക്ക് ഒരു സാക്ഷ്യം കേട്ടു, വിശ്വാസ പ്രഖ്യാപനം നടത്തണമെന്ന്. അത് കഴിഞ്ഞപ്പോൾ തുടങ്ങി ഞാൻ എൻ്റെ എല്ലാവരും കാണുക ചെയ്യാൻ തുടങ്ങി. ബൈബിളും തൈലവും ഉപ്പും എല്ലാം ഞാൻ കൈ പിടിച്ചോണ്ടാണ് പിന്നെ ഹോസ്പിറ്റലിൽ കയറുന്നത്. എല്ലാവരും കാണുക അത് അവൾക്ക് കൊടുക്കുകയും അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരുന്ന് അവളുടെ മാറ്റം ഭയങ്കര പെട്ടെന്നായിരുന്നു അവളുടെ ചേഞ്ചസ് വീഴുക. അങ്ങനെ പിന്നെ ഒരാഴ്ചയാണ് പിന്നെ വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേനും 14-ാം തീയതി ആയപ്പോഴത്തേനും ഞങ്ങളെ കൊച്ചിനെ വാർഡിലോട്ട് മാറ്റി. അവിടെ ഒരാഴ്ച കിടക്കണം എന്ന് പറഞ്ഞെങ്കിലും 18-ാം തീയതി ആയപ്പോഴത്തേനും ഞങ്ങൾ ഡിസ്ചാർജായി. കൊച്ചിനെ ഡിസ്ചാർജ് ആകുന്ന സമയത്ത് ഞങ്ങളിവിടെ വന്നേക്കാമെന്ന് മാതാവിൻ്റെ നേർന്നിട്ടുണ്ടായിരുന്നു. 19-ാം തീയതി ഞങ്ങളിവിടെ വന്നു. ഇവിടെ വന്ന് ജപമാല ചൊല്ലി ഞങ്ങൾ ഈ ആൾക്കാരുടെ മുന്നിൽ അവളെ കിടത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളിങ്ങനെ അവളെ പഴയ സ്ഥിതിയിലോട്ട് മാറ്റി കിട്ടുന്നത് പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ 2 ചേച്ചിമാരിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവർ പെട്ടെന്ന് ബാഗിൽ നിന്ന് അവൾ തൈലം എടുത്ത് അവളുടെ കാലിലും കയ്യിലും ശിരസിലും മൊത്തം തൈലം വെച്ച് കുരിശ് വരച്ചു. അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, ദൈവമേ, ഞങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളാണല്ലോ ഇവർ ഞങ്ങൾക്ക് ചെയ്തു തരുന്നതെന്ന് ഞാൻ അന്നേരം ഓർത്തു. അപ്പോഴത്തേക്കും ചേച്ചിമാർ എണീറ്റ് ഞങ്ങളോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് മാതാവ് ഭൂമി ജീവിക്കാൻ വിട്ട മാലാഖക്കുഞ്ഞാണ് ഇവളെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, ഒരാഴ്ചക്കുള്ളിൽ അവൾ പഴയതിനേക്കാളും മിടുക്കിയായിട്ട് ഓടി നടക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ആ ചേച്ചിമാർ ഒരു റോസപ്പൂ തന്നു, ഇവിടെ നിന്ന് ജപമാല ചൊല്ലിയപ്പോൾ കിട്ടിയതാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അതുമായിട്ട് വീട്ടിലോട്ട് പോയി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം അവൾക്ക് 23-ാം തീയതി ആയപ്പോഴത്തേനും എൻ്റെ മനസ്സിൽ തോന്നി, ആ കിട്ടിയ റോസാപ്പൂവിൻ്റെ ഒരു അതിലെടുത്തിട്ട് വെള്ളത്തിൽ അവളെ ഒന്ന് കുളിപ്പിക്കാൻ തോന്നി. അങ്ങനെ ഞാൻ വചനം പറഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി അവളെ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേനും 24-ാം തീയതി അതുപോലെ തന്നെ ചെയ്തു. 25-ാം തീയതി ആയപ്പോഴത്തേനും ജപമാല റാലിക്ക് ഇവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, തിരിച്ചു വരുന്ന സമയത്ത് ജപമാല റാലി പങ്കെടുത്തിട്ട് വരുമ്പോൾ അവർക്ക് സന്തോഷ വാർത്ത കൊടുക്കണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ രാവിലെ തോന്നി, ഒരു 2 മണിയൊക്കെ തോന്നി വചനം ചൊല്ലി പ്രാർത്ഥിച്ച് അവൾക്ക് അതിൻ്റെ റോസാപ്പൂ ഇട്ടൊരു നീര് പിഴിഞ്ഞ് ഇച്ചിരി വെള്ളം കുടിക്കാൻ കൊടുക്കാൻ തോന്നി. അങ്ങനെ പെട്ടെന്ന് അതുപോലെ ചെയ്തു. 2 മണിയായപ്പോഴത്തേനും മനസ്സിൽ വന്ന വചനം ഊമനെ സുഖപ്പെടുത്തുന്ന വചനമായിരുന്നു. ഞാൻ ലൂക്കായുടെ സുവിശേഷം ഫുള്ള് തപ്പി, പക്ഷെ കിട്ടിയില്ല. 2:30 ആയപ്പോഴത്തേനും മനസ്സിൽ തോന്നി മത്തായിയുടെ സുവിശേഷം തപ്പാന്ന്. 2:30 ആയപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ അതുണ്ടായിരുന്നു. ആ വചനവും തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന വചനവും ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ 25-ാം തീയതി രാത്രി അവൾ കിടന്നുറങ്ങുന്ന സമയത്ത് പിന്നെ ഇങ്ങനെ എന്തോ സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇതിന് അപ്പ അമ്മ എന്നിങ്ങനെ സംസാരിക്കുന്നു ഭയങ്കരമായിട്ടും. അങ്ങനെ സംസാരത്തിൻ്റെ അത് അവൾക്ക് തിരിച്ചു കിട്ടി. അതുപോലെ തന്നെ 26-ാം തീയതി രാവിലെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് തൈലം തൂത്ത് പ്രാർത്ഥിച്ചു. അപ്പോഴത്തേനും അവൾ പതുക്കെ മുട്ട നീന്താൻ തുടങ്ങി, പിടിച്ചെഴുന്നേക്കാൻ തുടങ്ങി. 27-ാം തീയതി റിവ്യൂ ആയ സമയത്ത് ഞങ്ങൾ പറഞ്ഞു, പഴയ പോലെ എല്ലാം ഓക്കെ ആയി, മാതാവിൻ്റെ മുന്നേ വന്ന് ഞങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തണം എന്ന് പറഞ്ഞു. 27-ാം തീയതി റിവ്യൂവിന് പോകുന്നതിന് മുന്നേ അതെല്ലാം സാധിച്ചു. 26-ാം തീയതി വൈകിട്ട് അവൾക്ക് ചെറുതായിട്ടൊരു കഫക്കെട്ട് പോലെ തൊണ്ടയിൽ വന്നു. അപ്പം ഹസ്ബൻഡ് ചോദിച്ചു, പെട്ടെന്ന് തന്നെ പറ്റി അവൾക്ക് ഇങ്ങനെയെന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് സൗഖ്യം തന്ന് അറിയിക്കാനായിരിക്കും, അങ്ങനെയാണെങ്കിൽ ആ തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഒരു കുരിശ് വരയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ കുരിശ് വരച്ചു. രാവിലെ ഉണർന്ന് എഴുന്നേറ്റപ്പോഴത്തേനും അതൊന്നും അവൾക്കില്ല, ഒരു കുറുകുറുപ്പും ഇല്ല. ഡോക്ടറെ കണ്ടു, അവൾ നല്ല ഓക്കെ ആയി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഒത്തിരി ഉണ്ടായി. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ 2ാം ജന്മമാണിത്. മനുഷ്യരാലും പണത്താലും ഒന്നും നമുക്ക് നേടാൻ പറ്റാത്ത കാര്യമാണ് അമ്മ മാതാവും തിരുക്കുമാരനും കൂടി ഞങ്ങൾക്ക് ചെയ്തു തന്നത്. സമയത്തിൻ്റെ ഘടികാരം നെഞ്ചിലേറ്റിയ മാതാവിനെ വിളിക്കുന്ന ആർക്കും ഒരു കുറവുകളും ഇവിടെ നിന്ന് വരികയില്ല എന്നുള്ളതിന് തെളിവാണിത്. പിന്നെ ഞങ്ങളാണെങ്കിൽ അവിടെ ഇരിക്കുന്ന സമയത്ത് മാതാവിൻ്റെ ഒരു കരുണ ലഭിച്ചതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് എൻ്റെ സങ്കടത്തിന് സമയത്ത് പോലും എത്ര വിഷമിച്ചിരുന്നാലും അവിടെ കാണുന്ന ഒരു അമ്മേനെ സംരക്ഷിക്കാൻ, അവരോട് സംസാരിച്ച് മാതാവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള കൃപ എനിക്ക് മാതാവ് തന്നു. പണപരമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും സഹായിച്ചു. അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് നല്ല മാറ്റം വന്നു. കുടുംബ പ്രാർത്ഥന ഇപ്പോൾ എല്ലാം ഞങ്ങൾ ചെല്ലും, ഒരു ദിവസം പോലും മുടക്കിയല്ല. കൊച്ചിനെയും കൂട്ടും, അത് കഴിഞ്ഞ് അവളെയും കടത്തുള്ളൂ. പിന്നെ എല്ലാ തരത്തിലും വിശുദ്ധ വസ്തുക്കളാണ് കൂടുതൽ ഞങ്ങളുടെ വിശ്വാസ പ്രഖ്യാപനം എന്ന് ഞങ്ങൾ ആശുപത്രിയിൽ ചെയ്തോ അന്ന് തുടങ്ങിയാണ് ഞങ്ങളുടെ കുഞ്ഞിന് മാറ്റം ഉണ്ടായി തുടങ്ങിയത്. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. പിന്നെ ഞങ്ങളുടെ മെയിനായിട്ടുള്ള ഞങ്ങളെ ഒരു മനസ്സിനെ പിടിച്ചു നിർത്തിയ വചനം 2 കൊറിന്തോസ് 12:9, നിനക്കെൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. ആ വചനമാണ് ഞങ്ങളെ കൂടുതലും പിടിച്ചു നിർത്തിയത്. എൻ്റെ പേര് ബിബിൻ,
ആൾ പറഞ്ഞു കൊച്ചിൻ്റെ കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. ദേവമാതാവിൻ്റെ കൃപയാൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടന്നു. അവൾ 21 ദിവസം വെന്റിലേറ്ററിരുന്നു. ഹോപ്പ് പോലും ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഏതായാലും ദേവമാതാവിൻ്റെ കൃപയാൽ എനിക്കൊത്തിരി വിശ്വാസമായി. അതുകൊണ്ട് ഒത്തിരി തന്നെ വിശ്വാസം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാലും അത്രയും അങ്ങനെ ഒരു. ആദ്യമായി ജീവനോടെ ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാനായിട്ട് എന്നെ തിരഞ്ഞെടുത്തതിൽ അപ്പായോടും അമ്മയോടും കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ശ്രീകല. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 സെപ്റ്റംബർ 29-ാം തീയതിയാണ്. അത് ഉടമ്പടി എടുത്തത് അവിചാരിതമായിട്ടാണ്, വളരെ അവിചാരിതമായിട്ടാണ്. എനിക്ക് അമ്മയെക്കുറിച്ചോ ഇവിടുത്തെ സാക്ഷ്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഉടമ്പടിയെക്കുറിച്ചോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഒരു ദിവസം ഫോണിനകത്ത് ഇങ്ങനെ അവിചാരിതമായി സാക്ഷ്യം വന്നു. അപ്പോൾ എന്താണെന്ന് അറിയാൻ ഞാനിങ്ങനെ അത് കേട്ട് കഴിഞ്ഞ് അങ്ങനെ സാക്ഷ്യങ്ങൾ നിരന്തരമായിട്ട് കേട്ടു. അപ്പം ആ സാക്ഷ്യത്തിനകത്ത് ഉടമ്പടി കൃപാസനം പത്രത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, അമ്മേ ഒരു പത്രം, ഇതെങ്ങനെ ഈ പത്രം, എനിക്കൊരു പത്രം കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അന്ന് വൈകിട്ട് എൻ്റെ വീടിൻ്റെ വാതിൽ കൂടെ ഒരു കൂട്ടുകാരി കടന്നു പോവുകയും ആ കൂട്ടുകാരിയോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ കയ്യിൽ ചുരുട്ടി പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്താ ചുരുട്ടി പിടിച്ചിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, കൃപാസനം പത്രമാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞു, നിനക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ആ പത്രം എനിക്ക് തന്നുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ആ പത്രം എടുത്തു. പത്രം വാങ്ങിച്ചിട്ട് അതിലുള്ള അമ്മയുടെ ഫോട്ടോയിൽ മുത്തം കൊടുത്തിട്ട് ഞാൻ പൊന്നുപോലെ ആ പത്രം സൂക്ഷിച്ചു വെച്ചു. അപ്പോൾ ഞാനിങ്ങനെ മനസ്സ് വിചാരിച്ചു, എനിക്ക് കൃപാസനത്തിലൊന്ന് പോകാൻ സാധിച്ചിരുന്നുവെങ്കിലെന്ന്. വളരെ അത്ഭുതകരമായിട്ട് പിറ്റേ ദിവസം തന്നെ എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് ചോദിച്ചു, നീ കൃപാസനത്തിൽ വരുന്നോ എന്ന്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു, വരുന്നുണ്ട്, ഞാനിങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു എനിക്ക് വരണമെന്ന്. അങ്ങനെ ഞാൻ പെട്ടെന്ന് പിറ്റേ ദിവസം തന്നെ 1-2 ദിവസം കൊണ്ടാണ് വന്ന്. ഞാനപ്പോൾ ആ കുട്ടിയോട് ചോദിച്ചു, എങ്ങനെയാണ് ഉടമ്പടി എടുക്കേണ്ടതെന്നൊക്കെ ചോദിച്ചു. അന്ന് തന്നെ ഞങ്ങൾ വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ രാവിലെയാണ് ഉടമ്പടി എടുക്കാൻ വന്നത്. അപ്പോൾ ഉടമ്പടി എടുക്കുന്ന ക്ലാസ്സിൽ കയറിയപ്പോൾ കുറേ പേരുണ്ട്, ഹാൾ നിറച്ച ആൾക്കാരാണ്. അപ്പോൾ ആളുകളാണ് ഉടമ്പടി എടുക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് നല്ല മുല്ലപ്പൂവിൻ്റെ മണം. അപ്പോൾ ഞാൻ ചുറ്റിനും നോക്കി, ഇത്ര വെളുപ്പിനെ ആരാണ് ഈ മുല്ലപ്പൂ വെച്ചുകൊണ്ട് വന്നിരിക്കുന്നത്? അപ്പോൾ അടുത്തിരുന്ന അമ്മ ഞാനിങ്ങനെ നോക്കുന്നത് കണ്ടിട്ട് എന്നോട് ചോദിച്ചാൽ, എന്താ നോക്കുന്നത്? ഞാൻ പറഞ്ഞു, നല്ലൊരു മുല്ലപ്പൂവിൻ്റെ മണമില്ലേ? ആ ശരി, അത് അമ്മയുടെ സാന്നിധ്യമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അങ്ങനെ അന്ന് മുതലേ ഞാൻ ഉടമ്പടി ജീവിതം ആരംഭിച്ചു. എൻ്റെ കയ്യിൽ 22 വർഷത്തോളമായിട്ട് ഒരു അലർജി ഉണ്ടായിരുന്നു. ആ അലർജിക്ക് ഞാൻ ധാരാളം മരുന്നുകളകത്ത് ആയുർവേദത്തിൻ്റെ കഴിക്കുകയും പുറത്ത് ഓയിൽമെൻറ്റിൻ്റെയും അലോപ്പതിയായിട്ടുള്ള ധാരാളം മരുന്നുകൾ കഴിച്ചു. എന്നിട്ടെങ്ങും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഇത് മറ്റുള്ളവർ കാണുന്ന രീതിയിൽ നല്ലതായിട്ട് പൊട്ടി അളിഞ്ഞ് വലത് കൈയുടെ തണ്ടയിൽ നന്നായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. നമ്മൾ ഉടമ്പടി എടുത്ത് ഞാൻ അച്ഛൻ്റെ ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഉടമ്പടി തൈലം ആ സ്ഥലത്ത് കുരിശ് വരച്ച് ഉപ്പിൻ്റെ വെള്ളവും കഴിച്ചു. അപ്പോൾ അങ്ങനെ 4 ദിവസം കൊണ്ട് എനിക്ക് അത്ഭുതമെന്ന് പറയട്ടെ, ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാം, എൻ്റെ കയ്യിൽ അങ്ങനൊരു പാട് പോലും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എന്നെ എൻ്റെ മാതാവ് ആ അസുഖത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി. പിന്നെ എനിക്ക് ഒരു ഭവനമില്ലായിരുന്നു. ആ ഭവനത്തിന് ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്നു. അതെൻ്റെ ഉടമ്പടിയിലെ ഒരു കാര്യമായിരുന്നു. പിന്നീട് എനിക്ക് അത് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഒരു 65 വർഷത്തോളം പഴക്കമുള്ള ഒരു വീടായിരുന്നു. ആ വീട് പൊളിച്ച് പണിയാൻ എന്നിൽക്ക് മുമ്പ് താമസിക്കുന്നവരൊക്കെ ശ്രമിച്ചതാണ്. ഞാൻ പക്ഷേ അത് പണിയാനായിട്ട് ആർക്കും സാധിച്ചില്ല. ഞങ്ങളാണ് ഏറ്റവും ഒരു 9ാമത്തെ അവിടെ ആ വീട്ടിൽ താമസിക്കുന്ന ആൾ. ഞാനിവിടുന്ന് ഉടമ്പടി തൈലവും അവിടെ ഭിത്തിയിൽ കുരിശ് വരച്ചു, നമ്മുടെ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഇട്ടു. ഇവിടുന്ന് മണ്ണെടുത്തുകൊണ്ട് പോയി ആ സ്ഥലത്തെല്ലാം ഇട്ടു. അങ്ങനെ അതിൻ്റെ പ്രകാരമായിട്ട് അത് പൊളിച്ച് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നു. പിന്നെ എനിക്ക് ഒരു ചിട്ടി കഴിഞ്ഞായിരുന്നു. ആ ചിട്ടിയിൽ കുറേ പൈസ തിരിച്ചു തരാനുണ്ടായിരുന്നു. അപ്പോൾ ആ ചിട്ടി നടത്തിയ ആളിനെ പല പ്രാവശ്യം വിളിക്കുമ്പോഴും ആൾ ഫോൺ എടുക്കത്തില്ല. അപ്പോൾ ഇപ്പം എൻ്റെ പൈസ ഇല്ല, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറയുമായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് നമ്മുടെ ഈ ഉടമ്പടി വിശുദ്ധ കാശുരൂപം കൈ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഫോൺ വിളിച്ചു, മാതാവേ എടുക്കണേ, എൻ്റെ ആ പൈസ തിരിച്ച് കിട്ടണേന്ന്. അങ്ങനെ അത്ഭുതകരമായിട്ട് ആൾ ഫോൺ എടുക്കുകയും എനിക്ക് പലപ്പോഴായിട്ട് ആ തുക മുഴുവൻ തിരിച്ചു തരികയും ചെയ്തു. അതെനിക്ക് വളരെ വലിയൊരു അത്ഭുതമായിരുന്നു. പിന്നെ എൻ്റെ
ധാരാളം അനുഗ്രഹങ്ങളാണ് അന്ന് മുതൽ ഉടമ്പടി എടുത്തത് മുതൽ എനിക്ക് അമ്മ തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ഒരു സംഘടനാപരമായിട്ടൊരു കേസുണ്ടായിരുന്നു. ഞാനിപ്പോൾ ആ കേസ് വിജയിക്കണമെന്ന് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി 6-ാം തീയതി ഇപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഡേറ്റ് അങ്ങ് മറന്നുപോയിരുന്നു. ഇപ്പം നമ്മുടെ അതിൻ്റെ 6-ാം തീയതി തലേ ദിവസം, അതായത് 5-ാം തീയതി വൈകിട്ട് ഈ പച്ച മെഴുകുതിരിയിൽ എനിക്ക് 6 എന്നുള്ള ഡേറ്റ് വന്ന്, അപ്പോൾ ഞാൻ ഓർത്തു, ഞാനത് കാര്യമാക്കിയില്ല. പിറ്റേ ദിവസം 6-ാം തീയതി രാവിലെയും ഇതുപോലെ തന്നെ 6-ാം തീയതി രാവിലെ ഞാൻ ഈ മെഴുകുതിരിയിലോട്ട് ഇങ്ങനെ നോക്കിയപ്പം പെട്ടെന്ന് ഞാൻ ഓർത്തു, അയ്യോ ഇന്ന് കേസിൻ്റെ വിധി ദിവസമാണല്ലോ എന്ന്. അങ്ങനെ അത്ഭുതകരമായിട്ട് ആ വിധി അന്ന് 6 എന്നുള്ള അമ്മ ഡേറ്റ് തന്നിട്ട് ആ വിധി വിജയിക്കുകയും ചെയ്തു. പിന്നെ ഞാൻ ട്യൂഷൻ പഠിപ്പിക്കുന്ന കുറേ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടികളുടെ 2-3 കുട്ടികളുടെ കാലിൽ വ്രണവും കയ്യിൽ ചൊറി പോലെയുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു, കൈയുടെ വെള്ളയ്ക്കും കൈയുടെ പത്തിക്കും ഒക്കെ. അപ്പം ഞാൻ രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഈ കുട്ടികളുടെ ട്യൂഷൻ തുടങ്ങുന്നതിന് മുൻപ് ഈ അസുഖമുള്ള ആളിന് ആ ആളിൻ്റെ കയ്യിൽ, എൻ്റെ ഇടത് കയ്യിൽ ഈ നമ്മുടെ വിശുദ്ധ തൈലം പുരട്ടി ആ ആളിൻ്റെ വ്രണത്തിലേക്ക് വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു 4 ദിവസം കൊണ്ട് അത് പൂർണ്ണമായിട്ട്, ഇപ്പോഴും ആ അസുഖം ഒന്നും ഇല്ലാത്ത രീതിയിൽ, അങ്ങനെ ഒരു അസുഖം വന്നതായിട്ടേ നമുക്ക് തോന്നത്തില്ല. അതുപോലെ കാലിലും അത് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നല്ലതായിട്ട് പഴുപ്പ് ചാടും. എനിക്ക് ഒരറപ്പും തോന്നിയില്ല. വലിയ വ്രണത്തിൽ, ആ പഴുപ്പുള്ള വ്രണത്തിൽ എൻ്റെ കൈവെള്ളയിൽ ഉടമ്പടി തൈലം തേച്ച് വിശ്വാസപ്രമാണം കരഞ്ഞുകൊണ്ടാണ് ഞാൻ ചൊല്ലുന്നത്. മാതാവേ, അവരെന്ത് വേദന അനുഭവിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ചൊല്ലി അത്ഭുതകരമായിട്ട് എനിക്ക് അമ്മ മാതാവ് അനുഗ്രഹിച്ചവരെ 4 ദിവസം കൊണ്ട് ആ ഒരു വ്രണങ്ങളും, അങ്ങനെ ആർക്കെന്താ ശ്വാസം മുട്ടൽ, പനി, അങ്ങനെയുള്ള അസുഖം കൂടുതലായിട്ട് വരുന്ന കുട്ടികളാണെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് ഉപ്പും വിശ്വാസപ്രമാണം ചൊല്ലി ആ കുരിശും വരയ്ക്കും. അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അതെല്ലാം സുഖത്തിലെത്തും. അതോടൊപ്പം തന്നെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിലും അടുത്ത് വന്നിട്ട് എന്നോടൊന്ന് പറയാം, എന്നെ ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് ചോദിക്കാം. ഞാൻ അവരുടെ വീട്ടിൽ ചെല്ലും. നമ്മുടെ ഈ ഉപ്പും ഈ തൈലവും വിശുദ്ധ തൈലവും കൊണ്ട് വീട്ടിൽ നമ്മൾ വലിയ ആൾക്കാരല്ലല്ലോ, നമ്മൾ അവിടെ ചെന്നിട്ടാണ് അമ്മയുടെ മഹത്വം ഞാൻ അവരോട് പറഞ്ഞിട്ട് ഇതെല്ലാം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഞാൻ അമ്മയുടെ ആ ഒരു അനുഗ്രഹത്തിൽ അതെല്ലാ രോഗങ്ങളും പൂർണ്ണമായിട്ട്, ഞാൻ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതെല്ലാം പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന സുവിശേഷ പ്രവർത്തനങ്ങൾ, പത്രം ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രോഗികൾക്ക് പത്രം കൊടുക്കുന്നതിന് മുൻപ് വീട്ടിൽ വെച്ച് തന്നെ ഞാൻ ആ പത്രത്തിൽ വിശുദ്ധ തൈലം കൊണ്ട് കുരിശ് വരയ്ക്കുകയും ഉപ്പ് വിതറുകയും ചെയ്യുന്നിട്ട് ഞാൻ പറയാം, അമ്മയെ അർഹതപ്പെട്ടവരുടെ കയ്യിൽ മാത്രമേ, അവർക്ക് ഇതുകൊണ്ട് അവരുടെ ജന്മം മുഴുവൻ ഒരു സുഖവും ജീവിതത്തിൽ സന്തോഷവും അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാകണേ. രോഗികളായിട്ടുള്ളവർക്ക് രോഗം ശമിക്കാനായിട്ടുള്ള പത്രമായിരിക്കണം കൈ കിട്ടേണ്ടത് അമ്മയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങോട്ട് വന്നാണ് പത്രം വാങ്ങുന്നത്. അപ്പോൾ എനിക്ക് വളരെ അത്ഭുതകരമായിട്ട് അത് തോന്നിയിട്ടുണ്ട്. ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേരൊക്കെ, ചേച്ചി പത്രം തീരുന്നിടം വരെ എൻ്റെ കയ്യിൽ നിന്ന്, തീർന്നു കഴിഞ്ഞാലും എനിക്ക് കുറച്ചുകൂടി എടുക്കാമായിരുന്നു എന്ന് തോന്നും. അപ്പോൾ അത്തരത്തിൽ പത്രം കൊടുക്കുകയും അതോടൊപ്പം തന്നെ രോഗികൾക്ക് ഞാൻ പൊതിച്ചോറ് കെട്ടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യമായിട്ട് എൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് രോഗികൾക്ക് സാമ്പത്തിക സഹായവും ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം, എനിക്കിനി ഞാൻ ഒരു കാര്യം ഞാൻ അമ്മയോട് ചോദിക്കത്തില്ല, അമ്മ ചോദിക്കാതെ തന്നെ എനിക്കെല്ലാം തരുന്നുണ്ട്. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഞാനൊരു പേപ്പറിനകത്ത് ആരൊക്കെ എന്നോട് ആവശ്യങ്ങൾ, എന്നെ രോഗികൾ, എനിക്ക് പ്രധാനമായിട്ട് രോഗികളുടെ ആവശ്യങ്ങൾ ഏതൊക്കെയാണോ അത് ഞാൻ എഴുതിയിട്ടിട്ട് അവർക്ക് വേണ്ടി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുമ്പം എൻ്റെ ആവശ്യം അമ്മ അവിടെ കേൾക്കുന്നുണ്ട്. എൻ്റെ ആവശ്യങ്ങളൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പോൾ എനിക്ക് എന്നേക്കാൾ ഉപരി മറ്റുള്ള വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്മ എനിക്കൊരു അനുഗ്രഹം തന്നതിൽ അമ്മയുടെ ആ ഒരു സ്നേഹമില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം വെറുതെ ആയി പോയനെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. ഇനിയും ഈ അച്ഛൻ പറയുന്നത് പോലെ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനവും അതുപോലെ ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോഴെല്ലാം തന്നെ ഇവിടുത്തെ സാക്ഷ്യം കേട്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ദുഃഖത്തിലൊക്കെ ഒരു ചെറിയ വിഷമം ഉണ്ടായപ്പോലും
വളരെ സങ്കടപ്പെടുന്ന എനിക്കിപ്പോൾ സങ്കടമെന്ന് പറയുന്നത് എന്താണെന്നറിയത്തില്ല. എല്ലാവരോടും സന്തോഷമാണ്. വളരെ ഒരു ആത്മശക്തിയാണ് കിട്ടിയിരിക്കുന്ന ഈ ഉടമ്പടിയിലൂടെ. എനിക്ക് എൻ്റെ ജീവിത അവസാനം വരെ ഉടമ്പടിയിൽ ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കിനി അമ്മയോട് ഒരാഗ്രഹവും പറയാനില്ല. എൻ്റെ പ്രാർത്ഥനകളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ അമ്മ കേൾക്കണം. അവരുടെ മറ്റുള്ളവർ ഏറ്റവും കൂടുതൽ അമ്മയെ അറിയണം. ദുരിതം അനുഭവിക്കുന്നവർ, ലോകം മുഴുവനുള്ളവർ അമ്മയെ അറിയണം. എല്ലാവർക്കും അമ്മയ്ക്ക് എല്ലാവരെയും രക്ഷിക്കാൻ പറ്റും. എല്ലാവരെയും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഞാനും അമ്മയും അപ്പായോടും ഒപ്പം ഞാൻ എൻ്റെ ജീവിതം കഴിച്ചു കൂട്ടുമെന്ന് ഇതിനാൽ ഞാൻ ഉറപ്പ് തരുന്നു. എൻ്റെ അമ്മയ്ക്കും എൻ്റെ അപ്പായ്ക്കും എന്നെ പരിഗണിച്ചതിൽ 100 കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഞാൻ സ്വപ്ന, ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ പപ്പ തോമസ് ജോസഫ്, ഇതെൻ്റെ മകൾ സാന്ദ്ര ജിൻഡോ. ഞങ്ങൾ രണ്ടുപേരും ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. എൻ്റെ പപ്പ കൂടരഞ്ഞിയിലാണ്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ പപ്പ ഒക്ടോബർ 2022 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. പപ്പ ഉടമ്പടി എടുക്കുന്നതിന് വേണ്ടി വന്നത് എനിക്ക് പരിചയമുള്ള ഒരു ചേച്ചിയുടെ ഒരു കാര്യത്തിൽ ഇടപെട്ട് വളരെയധികം ബുദ്ധിമുട്ടി 25 ലക്ഷത്തോളം രൂപ കടബാധ്യതയിൽ പെട്ടുപോയതുകൊണ്ട് എനിക്കതിൽ നിന്ന് പുറത്ത് കടക്കാൻ യാതൊരു വഴിയില്ല എന്നുള്ളത് കണ്ട് എൻ്റെ പപ്പ എൻ്റെ അവസ്ഥ കണ്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം പപ്പ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. 3 മാസത്തിനുള്ളിൽ തന്നെ യാതൊരു കാരണവശാലും ആ എമൗണ്ട് കിട്ടാൻ ഒരു ചാൻസും ഇല്ല എന്ന് ഉള്ളത് കൊണ്ട് പപ്പായ്ക്കും എനിക്കെപ്പോഴും സംശയമായിരുന്നു. പപ്പ പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശോ നമ്മുടെ കൂടെയുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് ആ ഒരു എമൗണ്ട് തിരിച്ചു തരാനുള്ള വഴി ദൈവം അവർക്ക് കാണിച്ചു കൊടുത്തു. അതുവഴി ഞങ്ങളുടെ ആ എമൗണ്ട് തിരിച്ചു കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ 1987 എൻ്റെ പപ്പ ഒരു സ്ഥലം മേടിച്ചത്. ആ സ്ഥലം പപ്പ ലോൺ എടുത്ത് അതിൻ്റെ ലോണ് വീട്ടിയത് മൂലം ആ പേപ്പർ ആ സ്ഥലം നമ്മൾക്ക് കിട്ടാതെ പോകുന്ന ഒരവസ്ഥയിലേക്കായിരുന്നു. കുറേയേറെ വർഷങ്ങളായിട്ട് ആ സ്ഥലം മറ്റൊരാളുടെ കൈവശമായിരുന്നതുപോലെ. അപ്പം നമ്മുടെ ഒരുപാട് പ്രോബ്ലങ്ങൾ വന്നപ്പോൾ ആ സ്ഥലം കൊടുത്ത് നമുക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും ആ സ്ഥലം ഇങ്ങനെ ഒരു കൺഫ്യൂഷനിൽ കിടക്കുന്നതുകൊണ്ട് എനിക്കോ എൻ്റെ മമ്മിക്കോ പപ്പായ്ക്കോ അത് അവരുടേതാണെന്ന് ചിന്തിക്കും, നമ്മൾ നമ്മുടേതാണെന്ന്. എങ്ങനെ ആ കൺഫ്യൂഷനിൽ നിന്ന് നമുക്ക് ആ സ്ഥലം തിരിച്ചു കിട്ടും എന്നുള്ള ഒരു ചിന്തയിൽ ഞങ്ങൾ പപ്പ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്ത് പപ്പായുടെ ഉടമ്പടി പ്രാർത്ഥനയോടെ പപ്പ എന്നോട് പറഞ്ഞു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, വിശ്വസ്തയോടെ മുന്നോട്ട് പോയി നമ്മൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക, മാതാവ് നമ്മുടെ എല്ലാ കാര്യവും നടത്തിത്തരും. ആ സ്ഥലം യാതൊരു തടസ്സവും കൂടാതെ ആ സ്ഥലം നമ്മൾക്ക് തന്നെ തിരിച്ചു കിട്ടുകയും ഞങ്ങൾ ആ സ്ഥലം ഈ കഴിഞ്ഞ 1 മാസം മുമ്പ് അത് വിൽപ്പന നടക്കുകയും, അതായത് 19 ലക്ഷം പോലും ആ ഏരിയയിൽ സ്ഥലത്തിന് ഇല്ല എന്ന് പറഞ്ഞ് നമ്മുടെ സ്ഥലം കാണാൻ വരുന്നതോടെ എല്ലാം അവിടെ മുടക്കി വിടുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് 32 ലക്ഷം രൂപ ഒരു ഏക്കറിൻ്റെ വില കിട്ടി നമുക്ക് ആ സ്ഥലം വിൽക്കുവാൻ കഴിഞ്ഞു. ഇപ്പോഴും നമ്മൾ അത് വിശ്വസിക്കാനാവാത്തത്ര ഒരു അത്ഭുതത്തിലാണ്. കാരണം മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട നിരവധിയായ അനുഗ്രഹങ്ങളിൽ ഒന്ന് മാത്രമാണത്. അതുപോലെ തന്നെ എൻ്റെ പപ്പായുടെ കാലിൽ വർഷങ്ങളായിട്ട് ആണിരോഗം ഉണ്ടായിരുന്നു. പപ്പ പ്രാർത്ഥനയിൽ അത് പ്രത്യേകമായിട്ട് ഓർത്തില്ലെങ്കിൽ പോലും പപ്പ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും അതുപയോഗിച്ച് പപ്പ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പപ്പ പോലും അറിഞ്ഞില്ല ആ ഒരു കാലിൽ നിന്ന് ആ ഒരു അസുഖം പൂർണ്ണമായി മാറി. ആ പപ്പായ്ക്ക് അതിൽ നിന്ന് സൗഖ്യം ലഭിച്ചു. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞ് +2 കഴിഞ്ഞതിന് ശേഷം അവൾക്ക് അഡ്മിഷന് വേണ്ടി ഞങ്ങൾ ഏതിന് പോകണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നെങ്കിലും പപ്പ എന്നോട് പറഞ്ഞു, ഞാൻ ഉടമ്പടിയിലാണ്, ഞാൻ ഉടമ്പടിയിൽ വിശ്വസ്തയോടെ ദൈവത്തോടു കൂടെയുണ്ട്, മാതാവ് നമ്മുടെ കൂടെയുണ്ട്, അവൾ എന്തിനു പോകണമെന്ന് നമുക്ക് ദൈവം തീരുമാനിക്കും, ആ കുഞ്ഞിന് എന്താണോ വേണ്ടത് നമുക്ക് ദൈവം അതിന് തന്നെ നമുക്ക് അഡ്മിഷൻ ലഭിച്ചു തരും. എന്നാലും എൻ്റെ മനസ്സിലൊരു സംശയമായിരുന്നു. ഞാൻ എന്നിട്ട് മറ്റൊരു കോളേജിൽ കൊണ്ടുപോയി 50,000 കൊടുത്തു. അവിടുന്ന് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നോർത്ത്. കാരണം ബാംഗ്ലൂർ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അവിടുത്തെ എൻട്രൻസ് എഴുതി പാസ്സായാൽ മാത്രമേ കിട്ടൂ. പപ്പ എന്നോട് പറഞ്ഞു, ധൈര്യമായിട്ട് അവളെ നീ എൻട്രൻസ് എഴുതാൻ പറഞ്ഞു വിട്. ഞാൻ അതുപോലെ തന്നെ എൻട്രൻസ് എക്സാമിന് കൊച്ചിനെ കൊണ്ടുപോയി 2 ദിവസം വളരെയധികം പ്രാർത്ഥിക്കുകയും പപ്പായോട് എല്ലാ സമയത്തും ഞാൻ വിളിച്ചു പറയും, റിസൾട്ട് വരും 2 ദിവസത്തിനുള്ളിൽ, എന്താവും എന്നറിയില്ല പപ്പ. പപ്പ പറഞ്ഞു, നീ ഉറച്ച് വിശ്വസിക്കുക, നമ്മൾ ഉടമ്പടിയിൽ വിശ്വസ്തയോടെ ആയിരിക്കുന്നില്ലേ, നീ എന്തിനാ സംശയിക്കുന്നത്, മാതാവുണ്ട് കൂടെ എന്ന് പറയും. അപ്പോൾ എന്നാലും എൻ്റെ മനസ്സിലൊരു പേടിയായിരുന്നു. അപ്പോൾ റിസൾട്ട് വന്ന ദിവസം ആ ലിസ്റ്റിൽ 30 പേർക്കേ ഉള്ളൂ. അതിൽ വീണ്ടും 10 പേർക്ക് പിന്നീട് കൊടുക്കുള്ളൂ. ആ 30 പേരിൽ എൻ്റെ കുഞ്ഞിൻ്റെ പേരും ഉണ്ടായിരുന്നു. മാതാവിന് 1000 നന്ദി. അതുപോലെ തന്നെ
40 വർഷത്തോളമായിട്ട് ഞങ്ങൾക്ക് വീടില്ല. കല്യാണത്തിന് മുമ്പ് കുഞ്ഞായിരിക്കുന്ന സമയത്ത് പോലും നമുക്ക് സ്വന്തമായിട്ടൊരു വീട്ടിൽ എനിക്കറിവ് വെച്ചാൽ പിന്നെ ഞങ്ങൾ താമസിച്ചിട്ടില്ല. എന്നും ചെറിയ ഷെഡ് അല്ലെങ്കിൽ വാടക വീടൊക്കെ ആയിരുന്നു. 40 വർഷത്തോളം സ്വന്തമായിട്ടൊരു വീടിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നമുക്കത് ദൈവം എന്നാണോ തരുന്നതെന്ന് അറിയില്ല. എങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ എൻ്റെ പപ്പ 8 തവണ ഉടമ്പടി പുതുക്കിയിട്ടുണ്ട്. എൻ്റെ പപ്പ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ആ പപ്പായുടെ ഒരു വിശ്വാസവും പപ്പായിലേക്ക് കിട്ടുന്ന നിരവധിയായ അനുഗ്രഹം, പപ്പായിലൂടെ ഞങ്ങൾക്കെല്ലാം കിട്ടുന്ന ആ ഒരു അനുഗ്രഹം ഓർത്ത് ഞാനും എപ്പോഴും എൻ്റെ മനസ്സും എനിക്കും കൃപാസനത്തിൽ പോകണം, എനിക്കും പ്രാർത്ഥിക്കണം എന്നുള്ള ചിന്തയുണ്ടെങ്കിലും എനിക്ക് ബാംഗ്ലൂർ രാവിലെ ഞാൻ 9 മണിക്ക് പോയാൽ തിരിച്ച് രാത്രി 8:45 ഞാൻ വീട്ടിലെത്തുമ്പോൾ. അത്രയ്ക്ക് ജോലിഭാരം കാരണം എനിക്കൊന്നിനും സമയം കിട്ടില്ല. പപ്പ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നീ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്ക്, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 40 വർഷത്തോളം വീടില്ലാതെ വേദനിച്ച ഞങ്ങൾക്ക് ഒരു വീട് നാഷണൽ ഹൈവേയിൽ നിന്ന് അധികം ദൂരം തൊട്ടടുത്ത് തന്നെ 12 സെൻറ്റ് സ്ഥലവും ഒരു വീടും മാതാവ് ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നെന്ന് മാത്രം പറയാം. കാരണം അത്രയും കാലം ആ വീട് എന്തോ പ്രോബ്ലം ആണെന്നും പറഞ്ഞ് ആരും എടുക്കാതെ മാറിപ്പോവുകയായിരുന്നു. അതും 65 lakhsോളം വില മതിക്കുന്ന ആ ഒരു വീട് വെറും 25 ലക്ഷം രൂപയ്ക്കാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ അത്രയും വർഷക്കാലം വീടില്ലാതെ വേദനിച്ച ഞങ്ങൾക്ക് മനോഹരമായ ഒരു വീട്, അധികം ദൂരത്തല്ലാതെ എല്ലാ വണ്ടികളും വരുന്ന ഒരു മനോഹരമായ ഒരു വീട് ഞങ്ങൾക്ക് ദൈവം നൽകി. അതുപോലെ തന്നെ എനിക്ക് ബാംഗ്ലൂർ ഞാൻ പോയിട്ട് 24 വർഷമായി. അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വീടുണ്ട്, എല്ലാവരും സെറ്റിലായിട്ടുണ്ട്. എനിക്ക് സെറ്റിലാവാൻ പറ്റില്ല. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ, അതായത് ഒരു സോഷ്യൽ സർവീസ് സെൻ്ററാണ്. അവിടെ വോളണ്ടിയറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് സ്വന്തമായിട്ടൊരു കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്. എങ്കിലും ഞാൻ ആ ഒരു സ്ഥാപനത്തിലും ഞാൻ ആദ്യമായിട്ട് ബാംഗ്ലൂർ ചെല്ലുന്നത് തന്നെ ആ ഒരു ഫീഡസ് എന്ന് പറയുന്ന സേക്രഡ് ഹാർട്ട് സലേഷൻ സിസ്റ്റേഴ്സ് കീഴിൽ നടത്തുന്ന ഒരു സ്ഥാപനത്തിലാണ്. ഞാൻ ആ സ്ഥാപനത്തിൽ നിന്ന് ജോലി വിട്ടാൽ പോലും എനിക്ക് സോഷ്യൽ സർവീസ് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ വീണ്ടും അതിലേക്ക് തന്നെ വോളണ്ടിയറായിട്ട് സർവീസ് ചെയ്തോളാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അതൊരു ഫാമിലി ഇൻ്റഗ്രൽ ഡെവലപ്മെൻറ്റ് എഡ്യൂക്കേഷൻ സ്കീം എന്ന് പറയുന്നൊരു സ്ഥാപനം, മറ്റു പാവങ്ങളായ ഫാമിലിയിലെ ആൾക്കാർക്ക് അവർക്ക് ഫുഡിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് എത്തിച്ചു കൊടുക്കുക, അതുപോലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരമില്ലെങ്കിൽ അതിനുള്ള ക്യാഷ്, അതിനുള്ള അവകാശം, അതിനുള്ള സ്ഥാപനങ്ങൾ അതിലേക്ക് കൊണ്ടുപോകുക. അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരുപാട് പേരെ 10 സ്ത്രീകളെ ഒരുമിച്ച് കൂട്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിൽ നിന്ന് അവർക്ക് ചെറിയൊരു വരുമാനം വരുമ്പോൾ അതുവഴി അവർക്ക് സാമ്പത്തികമായി സഹായിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഗ്രൂപ്പുകളാണ്. അതുവഴി ഒരുപാട് കുട്ടികൾക്ക് ബുക്സുകളും അതുപോലെ പഠിക്കാനുള്ള സ്കൂളുകളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാനും അത് മറ്റുള്ളവരിലൂടെ അവരോട് റിക്വസ്റ്റ് ചെയ്ത് അവർ തരുന്ന എമൗണ്ട് കൊണ്ട് ആ കുട്ടികളുടെ ഫീസ് കെട്ടാനും ഇങ്ങനെയുള്ള ഒരു സോഷ്യൽ സർവീസ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ എനിക്ക് ദൈവം അനുഗ്രഹം തന്നു. അതുവഴി ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ പള്ളിയിൽ എനിക്കാവുന്ന വിധത്തിൽ ഞാൻ ആത്മീയമായി എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ കുടുംബത്തെയും വളർത്തിയെടുക്കാനൊക്കെ ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. എൻ്റെ പപ്പ എന്നോട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞപ്പം എൻ്റെ ഹസ്ബൻഡിന് വീട്ടിലിരുന്നും പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചാൽ മതി, കൃപാസനത്തിലേക്കൊന്നും ഇത്ര ദൂരെ അവിടുന്ന് പോകണ്ട, നിനക്കൊന്നാതെ ഭയങ്കര വർക്ക് ലോഡാണ്, ഇനി ഇതും കൂടെ പറ്റില്ല, അതുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞു. എന്നാലും പപ്പ പറഞ്ഞു നീ അവനോടൊന്നും പറയാൻ നിൽക്കണ്ട, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ ഒരു ദിവസം പപ്പ എന്നോട് ചോദിച്ചു, ഇന്ന് നീ നാട്ടിലേക്ക് വരുവാണെങ്കിൽ ഞാൻ പോകുന്ന കൂടെ എൻ്റെ കൂടെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എൻ്റെ മനസ്സിലൊരു വേദന എന്താ വെച്ചാൽ ഇത്രയും പ്രായമായി എൻ്റെ പപ്പ 8 തവണ ഉടമ്പടി പുതുക്കി, ഒരു തവണയെങ്കിലും മാതാവിൻ്റെ അടുത്ത് പോയി എനിക്ക് ഉടമ്പടി എടുക്കാനുള്ള അനുഗ്രഹം നീ തരണേ, എൻ്റെ ഹസ്ബൻഡ് അനുവദിച്ചില്ലെങ്കിൽ എനിക്ക് പോകാൻ പേടിയാണ്, പിന്നെ നമുക്ക് ഉള്ളിൽ എന്തെങ്കിലും വിഷമം ഉണ്ടായാലോ എന്നോർത്ത് ഞാൻ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അന്നത്തെ ദിവസം എൻ്റെ പപ്പ എന്നോട് പറഞ്ഞു, ഞാൻ പുള്ളിയോട് ചോദിച്ചു ഞാനും ഇങ്ങനെ ഒന്ന് പോയിക്കോട്ടെ. എനിക്കറിയില്ല എന്തൊരു അത്ഭുതമാണ്. പപ്പ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിലും എത്ര പെട്ടെന്ന് ആൻസർ, ശരി പോയിട്ട് വാന്ന് പറഞ്ഞു. അത് ഞാൻ അന്ന് തന്നെ ബാംഗ്ലൂരിൽ നിന്ന് വീട്ടിലെത്തി, ഉച്ചയ്ക്ക് എത്തി, ഞങ്ങൾ വൈകുന്നേരം തന്നെ ആ ബസ്സിന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ജൂൺ മാസം 2025 ഞാൻ എൻ്റെ ആദ്യത്തെ ഉടമ്പടി എടുത്ത് മാതാവിനോട് തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി മാതാവിൻ്റെ അനുഗ്രഹത്തിനായി ഞാൻ യാചിച്ചു കൊണ്ടേയിരുന്നു. അതോടൊപ്പം
എനിക്ക് എൻ്റെ ഒപ്പം ജോലി ചെയ്തിരുന്നവരെല്ലാം സെറ്റിലായപ്പോൾ ഞാൻ മനസ്സിലോർത്ത്, ഈശ്വര, എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും എൻ്റെ ആങ്ങളയ്ക്കും എല്ലാവർക്കും വീടായതിനു ശേഷം മാത്രമേ ഞാൻ സ്വന്തമായിട്ടൊരു വീട് ചിന്തിക്കുന്നുള്ളൂ എന്ന് നിൽക്കുമായിരുന്നു. അതുകൊണ്ട് 3 പേർക്കും വീടായതിനു ശേഷം മാത്രമാണ് ഞങ്ങൾ ബാംഗ്ലൂരിലൊരു വീട് പണിയണമെന്ന് ആഗ്രഹിച്ചത്. അവരെല്ലാം വീട്ടിലായിരുന്നു. അവരുടെ സന്തോഷത്തോടെ ഞങ്ങളൊരു വീട്ടിലേക്ക് അനുഗ്രഹത്തോടെ കയറണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. മാതാവ് അത് ഈശോയും അത് വളരെ ഭംഗിയായിട്ട് തന്നെ സാധിച്ചു തന്നു. കാരണം ഞാൻ ഒരു വീടേ എനിക്ക് വേണ്ടി ആഗ്രഹിച്ചുള്ളൂ. ഇന്ന് ഞാനൊരു ഫ്ലാറ്റ് തന്നെ പണിയാൻ പറഞ്ഞു. ഈ കഴിഞ്ഞ ഒക്ടോബർ 12-ാം തീയതി ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ഗൃഹപ്രവേശമായിരുന്നു. അതും ആ വീട് പണിയാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും മാത്രമായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ 50,000 രൂപ എൻ്റെ കയ്യിൽ അതെങ്ങനെയൊക്കെയോ ഞാൻ സ്വരൂപിച്ച് ബോർവെല്ല് പണിയാൻ വേണ്ടിയിട്ട്, ബോർവെല്ലില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അവിടെ, ബോർവെല്ല് പണിയാൻ വേണ്ടിയിട്ട് അഡ്വാൻസ് കൊടുത്തു. പപ്പ പറഞ്ഞു, നീ ധൈര്യമായിട്ട് തുടങ്ങിയോ. പപ്പ ആ കാശ് രൂപം വെച്ച് 33x33 അത്രയും തവണ വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, മോൾ ഈ കാശ് രൂപം കൊണ്ടുപോയി അച്ഛൻ കല്ലിടുന്ന സമയത്ത് ഇടണം, നീ ധൈര്യമായിട്ട് തുടങ്ങിക്കോ, മാതാവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് കൊണ്ടുപോയി. അന്ന് 2 ദിവസം മുമ്പ് എൻ്റെ പപ്പായെ വണ്ടി ഇടിച്ച് പപ്പ തെറിച്ചുപോയി. പപ്പയുടെ കാലിൻ്റെ എല്ലൊടിഞ്ഞ് ഈ ബോളെല്ലാം ഒരുപാട്. അങ്ങനെ പപ്പായ്ക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പപ്പ ബേബിയിൽ അഡ്മിറ്റ്. അന്ന് ഫ്രൈഡേ 9 മണിക്ക് ഞങ്ങളുടെ കല്ലിടുന്നതാണ്, അച്ഛൻ വരണം. അപ്പം ഞാൻ പപ്പായോട് വേഗം തന്നെ ഞാൻ വണ്ടിയെടുത്ത് ഇവിടെ വന്നു. ഹോസ്പിറ്റലിൽ നിന്ന് പപ്പായോട് ഞാൻ പറഞ്ഞു, ഞാൻ പോവില്ല, ഇവിടെ തന്നെ നിന്നോളാം, വീടിൻ്റെ കല്ലിടുന്നത് ഇനി ഒരു ദിവസത്തേക്ക് മാറ്റാമെന്ന് പറഞ്ഞപ്പോൾ പപ്പായ കിടക്കുവാണ്. പപ്പായ്ക്ക് വേദന കൊണ്ട് താങ്ങാൻ പറ്റിയല്ല, എല്ല് പൊട്ടിപ്പോയി ഇവിടെ നിന്നാണ്. അപ്പോൾ പപ്പ പറഞ്ഞു, നീ ധൈര്യമായിട്ട് പൊക്കോ, എൻ്റെ വേദനയൊന്നും ഒരു പ്രശ്നം, എൻ്റെ കൂടെ മമ്മിയുണ്ട്, എൻ്റെ അനിയന്മാരും ഒക്കെ ഉണ്ട്, നീ ഒന്നും പേടിക്കണ്ട, നീ ധൈര്യമായിട്ട് തിരിച്ചു പോ, നീ പോയില്ലെങ്കിൽ ഞാൻ സർജറിക്ക് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബാംഗ്ലൂരേക്ക് മനസ്സോടെ തിരിച്ചു പോയി. പപ്പ പറഞ്ഞു, മാതാവിൻ്റെ കാശ് രൂപം കയ്യിലെടുത്ത് വെച്ച് പ്രാർത്ഥിക്കണം, മാതാവുണ്ട് നിൻ്റെ കൂടെ, നമ്മുടെ കൂടെ മാതാവുണ്ട്, ഈശോയ്ക്ക് എല്ലാം അറിയാം, മാതാവ് വഴി നമുക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചിട്ടുണ്ട്, നീ ധൈര്യമായിട്ട് പോയി തുടങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു പോയി. അന്ന് പിറ്റേ ദിവസം തന്നെ രാവിലെ അച്ഛൻ വന്നു. 8:45 ആയപ്പോഴത്തേക്കും തറക്കല്ലിട്ടു. അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം തന്നെ ഞാൻ തിരിച്ച് രാത്രി വീട്ടിലേക്ക് പോന്നു. അതിനുശേഷം എല്ലാവരും പറഞ്ഞു, ഇനി എൻ്റെ പപ്പയ്ക്ക് നടക്കാൻ കഴിയില്ല, ഇത്രയും കാലം ഓടി നടന്ന് ചെയ്യേണ്ട കാര്യങ്ങളല്ല. എൻ്റെ പപ്പ മറ്റുള്ളവർക്ക് ആരെങ്കിലും സുഖമില്ലെന്ന് പറഞ്ഞാൽ ആ നിമിഷം ഓടും, ആർക്കെങ്കിലും എന്തെങ്കിലും ഇല്ലെന്ന് പറഞ്ഞാൽ ആ നിമിഷം എല്ലാവർക്കും പറ്റുന്ന കാര്യത്തിൽ സഹായം ചെയ്യാൻ വേണ്ടി ഓടി നടക്കുന്ന പപ്പ, ഇനി നിൻ്റെ പപ്പയ്ക്ക് അങ്ങനെ നടക്കാൻ വയ്യമ്മ, സ്ഥലത്ത് പോകാൻ വയ്യ എന്നൊക്കെ പറഞ്ഞു എല്ലാവരും പറഞ്ഞു. അപ്പോഴും പപ്പ പറഞ്ഞു, നീ അതൊന്നും കേൾക്കാൻ നിൽക്കണ്ട, മാതാവുണ്ട് നമ്മുടെ കൂടെ, ഉറച്ച് വിശ്വസിക്കുക, വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുക, വിശ്വസ്തയോടെ ജീവിക്കുക അന്നെല്ലാം പറഞ്ഞു പപ്പ പറഞ്ഞിട്ട്. ഞാൻ 3 മാസം പോലും തികയുന്നതിന് മുമ്പ് എൻ്റെ പപ്പ ഒരു കോലോ അതിൻ്റെ വടിയുടെ ഒന്നും സഹായമില്ലാതെ എൻ്റെ പപ്പ ഓടി നടക്കാൻ തുടങ്ങി. ഇന്ന് പപ്പ ഗൃഹപ്രവേശം വരെ എൻ്റെ പപ്പ നോയമ്പെടുത്ത്, ആ ഗൃഹപ്രവേശത്തിൻ്റെ ദിവസവും ഞാൻ നോയമ്പ് വിടുകയുള്ളൂ. എൻ്റെ മാതാവിനോട് ഞാനൊരു നേർച്ച നേർന്നിട്ടുണ്ട്, അതുവഴി അങ്ങനെ എൻ്റെ പപ്പ ഗൃഹപ്രവേശത്തിൻ്റെ അന്ന് ആ വീട്ടിൽ വന്ന് കാലുകുത്തി. അന്നത്തെ ദിവസം ആ ഒരു ഗൃഹപ്രവേശത്തിൻ്റെ ദിവസമാണ് എൻ്റെ പപ്പ ഒക്ടോബർ മാസത്തിൽ കല്ലിട്ടത്. നെക്സ്റ്റ് ഒക്ടോബർ 12-നാണ് ആ ഫ്ലാറ്റിൻ്റെ പണി തീർന്നത്. അതായത് ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു ഡ്യൂപ്ലക്സും 5 വീട് എക്സ്ട്രാ വാടകയ്ക്ക് കൊടുക്കാനും കൂടെ ദൈവം ഞങ്ങൾക്ക് തന്നു. ദൈവത്തിൻ്റെ മഹനീയമായ അനുഗ്രഹം എനിക്കറിയില്ല എങ്ങനെ നന്ദി പറയണമെന്ന്. അത്രയ്ക്ക് നിരവധിയായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാതാവിനോടും ഈശോയോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ കുടുംബത്തെയും എൻ്റെ പപ്പയെയും മമ്മിയെയും എനിക്ക് ചുറ്റുമുള്ള ഒരുപാട് പേരെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ദൈവം നമുക്ക് തന്ന ഈ അനുഗ്രഹം നമ്മളിലൂടെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ എൻ്റെ ഈ ആരോഗ്യം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാനത് ചെയ്യുന്നുണ്ട്. ഞാൻ ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ ഇന്ന് ഞാൻ എന്ത് നന്മ പ്രവൃത്തിയാണ് ചെയ്തത്, അത് ചെയ്തില്ലെങ്കിൽ എൻ്റെ ജന്മം പാടല്ലേ, അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ആ ഒരു മനസ്സ് എനിക്ക് തരാൻ തുടങ്ങി ദൈവം. 1000 നന്ദി എൻ്റെ മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈശോയ്ക്കും മാതാവിനും 1000 കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ സാക്ഷ്യം മകൾ വ്യക്തമായി പറഞ്ഞു. 42 കൊല്ലം വീടില്ലാതെ കഴിഞ്ഞതുകൊണ്ട് അത് സങ്കല്പമായിരുന്നില്ല. കാരണം ഞാൻ വിവാഹം കഴിക്കുന്ന കാലത്ത് ഏതാണ്ട് 8 ഏക്കർ ഭൂമിയുടെ ഉടമയായിരുന്നു. ജീവിതത്തിൻ്റെ വഴിതൊട്ട് പോക്കുകൊണ്ട് എല്ലാം നശിച്ചു. എങ്കിലും എൻ്റെ മക്കൾ എന്നെ പിരിഞ്ഞു പോയിട്ടില്ല. എൻ്റെ മക്കളിൽ നിന്ന് ദൈവം തന്നെ എനിക്ക് അനുഗ്രഹമാണ്. എൻ്റെ മകൻ്റെ ഭാര്യയും പുറത്താണ്. അവനൊരു വീടി വലിക്കുകയോ യാതൊരു ദുർദോഷങ്ങളോ ഇല്ല. മക്കളെ പഠിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നു. എൻ്റെ മകളാണെങ്കിലും മകളുടെ ഭർത്താവാണെങ്കിലും ഞങ്ങളോട് വളരെ സാമ്യതയോടെയാണ് ജീവിക്കുന്നത്. എല്ലാ കാര്യത്തിലും ആ മകനും മകളുടെ ഭർത്താവും മകളും ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാ സമയങ്ങളിലും എത്തുന്നുണ്ട്. അങ്ങനെ ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ
ഞാൻ 2022 ഒക്ടോബറിലാണ് ഉടമ്പടി എടുക്കുന്നത്. ആ ഉടമ്പടി ഞാൻ ആക്സിഡൻറ്റിൽ കിടന്ന 3 മാസത്തോളം എനിക്ക് പുതുക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ 8 പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കി. ഇനി 9ാമത്തെ പുതുക്കി എനിക്ക് അടുത്ത മാസം 12-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം മറ്റേ പേപ്പറുകൾ കൃപാസനം പത്രം ഞാൻ എല്ലാ മാസം ഇവിടെ വന്നിട്ടുണ്ട്, വെച്ച് താമസിപ്പിച്ചിട്ടില്ല. ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 3 ദിവസത്തിനോടകം ഞാൻ ആ പത്രം എല്ലാവരുടെയും കൈകളിൽ ഏൽപ്പിച്ച് കൊടുക്കാറുണ്ട്. എവിടെയും വെച്ച് കളഞ്ഞിട്ടില്ല. പിന്നെ പാവങ്ങൾക്ക് വസ്ത്രങ്ങൾ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. പിന്നെ കൃപാസനത്തിലേക്ക് ഞാൻ ആൾക്കാരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആൾക്കാരെ പറഞ്ഞ് കൃപാസനത്തിൽ വിട്ടിട്ടുണ്ട്. പിന്നെ കുർബാന ഞാൻ ആക്സിഡൻറ്റ് വരുന്നിടം വരെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. ഇപ്പം ആക്സിഡൻറ്റിന് ശേഷം വാഹനം ഉപയോഗിക്കാൻ പറ്റാതെ വന്നതുകൊണ്ട്, കൈക്ക് ബാലൻസ് നഷ്ടപ്പെട്ടതുകൊണ്ട്, വാഹനം ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട്, നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞായറാഴ്ചയും ശനിയാഴ്ചയും പിന്നെ ആദ്യ വെള്ളിയാഴ്ച ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ പള്ളിയിൽ പോകാറുണ്ട്. മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് എത്രമാത്രം നന്ദി പറഞ്ഞാൽ ഇന്നതെന്ന് പറഞ്ഞാൽ ഒരുപടി അനുഗ്രഹങ്ങൾ തന്നു. ഒരുപടി എന്ന് പറഞ്ഞാൽ ഒരുപടി അനുഗ്രഹങ്ങൾ. എനിക്ക് മാതാവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ മക്കൾ. എൻ്റെ മക്കളെ ഇന്നത്തെ കാലത്ത് അറിയാമല്ലോ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട മക്കൾ ഇന്നൊരു വീടി പോലും വലിക്കാതെ, ഒരു കടയിൽ പോയി ഒരു ചായ പോലും കുടിക്കാതെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുന്നതേ പറയാൻ പറ്റുള്ളൂ. അതാണ് ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ആ അനുഗ്രഹത്തിന് ഞാൻ 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി പറയുന്നു. എൻ്റെ പേര് നേഹ ബോബി. ഞാൻ പൊൻകുന്നത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് നവംബർ 2023 അതിന് മുമ്പ് ഞാൻ ഇവിടെ മാതാവിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് അറിയുന്നത് എൻ്റെ അമ്മ ഒരു സാക്ഷ്യം കേട്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. ആ സമയത്ത് ഒരു ചേച്ചിയുടെ സാക്ഷ്യമായിരുന്നു അത്. അതിനകത്ത് ആ ചേച്ചി പറയുന്നത് 6 നിയോഗം വെച്ചു, 6ഉം സാധിച്ചു. അത് കഴിഞ്ഞ് വേറെ 6ഉം കൂടെ അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, ഇതെന്ത് ഇത്ര അനുഗ്രഹങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നത്? അപ്പോൾ അമ്മ പറഞ്ഞു അതങ്ങനെയാണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ആ സമയത്ത് ഇവിടെ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. ഞാനിങ്ങനെ കുറേ ട്രോളൊക്കെ കേട്ടതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ വിശ്വാസങ്ങൾ അധികം ഇവിടെ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് +1 എൻ്റെ പെടലി ഒന്ന് വെട്ടിയായിരുന്നു. അതിന് മുമ്പ് തൊട്ട് എനിക്ക് ഇമ്മ്യൂണിറ്റി തീരെ ഇല്ലായിരുന്നു. എപ്പോഴും എനിക്ക് വേദനയാണ്, എപ്പോഴും എനിക്ക് അസുഖമാണ്. ഞാൻ അനുഭവിക്കാത്ത വേദനയൊന്നുമില്ല. എനിക്ക് കോളേജിലൊന്നും പോകാനേ പറ്റത്തില്ലായിരുന്നു. എനിക്ക് ലീവൊക്കെ എടുക്കുമ്പോൾ ഞാൻ ടീച്ചേഴ്സിനോട് ഇത് പറയുമ്പോൾ അവർക്കും മനസ്സിലാവത്തില്ല, എൻ്റെ ഫ്രണ്ട്സിനോട് പറയുമ്പോൾ അവർക്കും മനസ്സിലാവത്തില്ല. ഞാനൊരു 1.5 മണിക്കൂറൊക്കെ ഉണ്ട് എനിക്ക് ട്രാവല്. അപ്പോഴൊക്കെ ഞാൻ ഒരു തരത്തിലാണ് ട്രാവൽ ചെയ്യുന്നത്. എനിക്ക് തിരിച്ച് വന്നു കഴിഞ്ഞാൽ എനിക്ക് കിടക്കാൻ മാത്രമേ പറ്റുള്ളൂ, വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് കഴിക്കാൻ പറ്റില്ല. എല്ലാ മാസവും ഞാൻ പോയി IV ഫ്ലൂയിഡ് ഇടാതെ എൻ്റെ തല നേരെ നിൽക്കത്തില്ല. എനിക്ക് അതുപോലെ മേലായിരുന്നു. എപ്പോഴും എനിക്ക് നടുവേദന, ഒരു ജലദോഷമൊക്കെ ആർക്കെങ്കിലും വന്നാൽ എനിക്ക് അപ്പം കിട്ടും. അത് പിന്നെ സൈനസൈറ്റീസ് ആവും, പിന്നെ പനിയാവും, പിന്നെ എനിക്ക് എണീക്കാനേ പറ്റത്തില്ല. അതുപോലെ മരുന്ന് ഞാൻ എടുക്കുമായിരുന്നു എനിക്ക് അസുഖം കാരണം. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തത് 2023 നവംബറിൽ. അത് കഴിഞ്ഞ് 2024 ഹോളി വീക്കിൻ്റെ ടൈമിൽ എനിക്കൊന്ന് ബുധനാഴ്ച, അതായത് പെസഹ ബുധൻ്റെ ആ സമയത്തായിരുന്നു. രാവിലെ എണീറ്റുമ്പം എനിക്ക് എൻ്റെ ഈ വലത് കണ്ണിന് ഭയങ്കര വേദന. എനിക്ക് തിരിഞ്ഞു കിടക്കാനും പറ്റുന്നില്ല, കണ്ണ് തുറക്കാനോ അടയ്ക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനോ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കിങ്ങനെ കണ്ണെന്തോ വേദനയുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, ചിലപ്പോൾ നീ തിരിഞ്ഞ് കിടന്നതിൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വിചാരിച്ചു ചിലപ്പോൾ അതായിരിക്കും, തിരിഞ്ഞ് കിടന്നതിൻ്റെ ഇങ്ങനെ കിടന്നതിൻ്റെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് തീരെ കണ്ണ് അടയ്ക്കാനോ നോക്കാനോ ഒന്നും പറ്റുന്നില്ല. എൻ്റെ കണ്ണിങ്ങനെ ചെറുതായി വരിക. അപ്പം ഞാൻ കണ്ണാടിയിൽ പോയിട്ട് എനിക്ക് മോള് വശത്താണ് വേദന. അപ്പം ഞാൻ ഇതൊന്ന് പൊക്കിയിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ അത് മണ്ടവശം മുഴുവൻ മഞ്ഞ നിറത്തിൽ വീർത്തിരിക്കുകയാണ്. അപ്പോൾ അത് ഭയങ്കര, അത് കാരണമാണ് ഈ വേദന എടുക്കുന്നത്. അതിൻ്റെ റീസൺ ഒന്നും അറിയത്തില്ല. അത് കണ്ടപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഇതെന്തോ സീരിയസ് ആണ്. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് വൊമിറ്റ് ചെയ്യാനും വരുന്നുണ്ട് ഈ വേദന കൂടിയിട്ട് ഈ കണ്ണിൻ്റെ. അപ്പോൾ അന്ന് ഐ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് നോക്കിയപ്പോൾ ഡോക്ടറില്ല. അപ്പോൾ അന്നത്തെ രാത്രി ഞാൻ എങ്ങനെയാണ് ഉറങ്ങിയെന്ന് എനിക്കറിയില്ല. എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, എനിക്ക് കണ്ണടയ്ക്കാനോ ഒന്നും പറ്റത്തില്ല, അതുപോലെ വേദനയാണ് എനിക്ക്. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം അപ്പോയിൻമെൻറ്റ് കിട്ടി. ആദ്യം ചെന്ന് പറഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു മേ ബി പ്രൊജക്റ്റൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഡ്രൈ ആയതായിരിക്കാം, കൂടുതൽ സ്ക്രീൻ ടൈം ഉള്ളതുകൊണ്ട് അങ്ങനെ വല്ലതും ആയിരിക്കാം, ഏതായാലും ഒരു ടെസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് ബ്ലഡ് ടെസ്റ്റുകൾ തന്നു. ബ്ലഡ് ടെസ്റ്റ് തന്ന് അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അത് കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റിന് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ ഐ ഹോസ്പിറ്റലിൽ ഒന്നുകൂടെ പോയി കാണിച്ചപ്പോൾ ആ ഡോക്ടറിൻ്റെ ഫേസ് ആകെപ്പാടെ മാറി. എൻ്റെ CRP 28.9 ESR 30. അപ്പോൾ എൻ്റെ CRPയുടെ ഒക്കെ റേറ്റ് കണ്ടപ്പോഴത്തേനും ആ ഡോക്ടർ എന്നെ ഒരു വല്ലാത്ത രീതി നോക്കിയിട്ട് ചോദിച്ചു, മോളെ ശരീരത്ത് എവിടെയോ നല്ല ഇൻഫ്ലമേഷൻ ഉണ്ട്, ബ്ലഡിലാണെന്ന് തോന്നുന്നു, നല്ല രീതിയിൽ ഇൻഫെക്ഷൻ ഉണ്ട്, എന്താണെന്നറിയില്ല, ഈ ചെറിയ പ്രായത്തിൽ അങ്ങനത്തെ ഒരു സീരിയസ് രീതിയിലാണ് ആ ഡോക്ടർ സംസാരിച്ചത്.
അത് കേട്ടപ്പോൾ എനിക്കും അറിയില്ല എന്താണ് റീസൺ. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഇത്രയും നാളും എനിക്കിങ്ങനെ വേദനകളോട് വേദന, എൻ്റെ ശരീരത്ത് ഇമ്മ്യൂണിറ്റി ഇല്ല, ഇതെല്ലാം ഞാൻ അനുഭവിക്കുന്നുണ്ടായി. ആ കൂട്ടത്തിൽ പെട്ടെന്ന് ബ്ലഡ് ഇൻഫെക്ഷനും കൂടെ. എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലായിരുന്നു. ഞാനും അമ്മയും കൂടെ വെളിയിലിറങ്ങി വന്നപ്പം ആകപ്പാടെ എന്താ, ഞാനപ്പം മാതാവിനോട് ചോദിച്ചു, ഞാൻ ഉടമ്പടി എടുത്തിട്ടാണ്. അത് കഴിയപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ ഞാൻ ഇത്രയും വേദനകൾ അനുഭവിച്ചു, ഒരു ദിവസം പോലും ഇല്ല എനിക്ക് വേദന ഇല്ലാത്തത്, എന്നിട്ട് പിന്നെയും ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ എനിക്ക് തന്നല്ലോ, ഞാൻ എന്തെങ്കിലും ആട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് ആ ഡോക്ടറിനോട് പറഞ്ഞിരുന്നു, മോളൊരു കാര്യം ചെയ്യുക, ഒരു ഫിസിഷ്യനെയും കൂടെ പോയി കാണാൻ എന്നോട് പറഞ്ഞു. അപ്പോൾ അന്ന് ഈ കൺസൾട്ടിങ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം ആകെപ്പാടെ ഒരു മൂകത അവസ്ഥയാണ് എൻ്റെ വീട്ടിൽ. കാരണം എനിക്ക് എൻ്റെ അവസ്ഥ എൻ്റെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം, ഞാൻ അനുഭവിക്കുന്ന വേദന മുഴുവൻ, എടുക്കുന്ന മരുന്നുകൾ മുഴുവൻ. അപ്പോൾ അന്ന് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ആകെപ്പാടെ എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ യൂട്യൂബ് തുറന്നപ്പം എവിടുന്നാന്ന് അറിയത്തില്ല, ഏതോ ഒരു വീക്കിലെ ഒരു ധ്യാനം വന്ന് കിടപ്പുണ്ട്. ഞാൻ അതുവരെയും ധ്യാനം ഒന്നും കൂടാറ്, എൻ്റെ ഫസ്റ്റ് ഉടമ്പടി ഞാൻ അത്ര നന്നായിട്ടൊന്നും അല്ല പാലിച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടിരുന്നത്. ഞാൻ ധ്യാനം ഒന്നും അങ്ങനെ കൂടാറില്ലായിരുന്നു. പക്ഷേ ആ ധ്യാനം വേറെ വഴിയില്ല എൻ്റെ ഫ്രണ്ടിൽ. എനിക്കിനി ഇതെങ്ങനെ മാറേണ്ടതെന്നൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാം, ധ്യാനം കൂടാമെന്ന് വിചാരിച്ച് ഞാൻ ധ്യാനം കൂടി. എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. ലാസ്റ്റത്തെ ധ്യാനിപ്പിക്കുന്ന ആശീർവാദ സമയത്ത് അച്ഛൻ പ്രത്യേകം പറഞ്ഞു, ഇതിൻ്റെ ഇടയ്ക്ക് ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉള്ളവരുടെ ബ്ലഡിൽ ഈശോയുടെ ഒരു തുള്ളി രക്തം വീണത് പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അച്ഛൻ പറഞ്ഞു. ഞാൻ ഉറച്ച് വിശ്വസിച്ചത് ഞാൻ തന്നെ ആയിരിക്കും എന്ന്. കാരണം ഇത്രയും വർഷമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വേദനകളും മുഴുവൻ. പനി, ജലദോഷം, ഈ സൈനസൈറ്റീസ്, അതിൻ്റെ വേദന എല്ലാം, അതിൻ്റെ കൂടുതൽ ഇതും. എന്നിട്ട് അന്ന് രാത്രി ഞാൻ കിടന്നു. എനിക്ക് കിടക്കാനൊന്നും പറ്റത്തില്ല, കാരണം കണ്ണടയ്ക്കാൻ എനിക്ക് പറ്റത്തില്ല. അന്ന് രാത്രിയിൽ എന്നിട്ട് ഞാൻ ഒരു ഉറക്കം കഴിഞ്ഞപ്പം എൻ്റെ നടു വെട്ടിപ്പൊളിക്കുന്ന വേദന. അതായത് ഒരു കോടാലി എടുത്ത് എങ്ങനെ വെട്ടും അതുപോലത്തെ വേദന എൻ്റെ നടുവിന്. എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. ഞാൻ കിടന്ന് കാറും എൻ്റെ കട്ടിലേൽ. അതുപോലെ എനിക്ക് വേദന, എൻ്റെ കണ്ണ് വീർത്തിരിക്കുന്നു, എൻ്റെ കൂട്ടത്തിൽ എനിക്ക് നടുവ് ഇങ്ങനെ വേദന എടുക്കുന്നു. ഞാൻ കരഞ്ഞിട്ടൊന്നും എൻ്റെ അമ്മ കേൾക്കുന്നില്ല. അമ്മയുടെ റൂം കുറച്ച് ദൂരെയായിരുന്നു. എനിക്ക് കട്ടിലേൽ നിന്ന് എണീറ്റ് അമ്മയുടെ അടുത്ത് പോകാൻ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല എൻ്റെ കട്ടിലേന്ന്. ഞാൻ ഒരു തരത്തിൽ ഒടിഞ്ഞു കുത്തി എണീറ്റു. എന്നിട്ട് എനിക്ക് നേരെ നിൽക്കത്തില്ല, ഞാൻ ഒടിഞ്ഞാണ് നിൽക്കുന്നത്. ഞാൻ ഒരു തരത്തിൽ എനിക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല. നടക്കുമ്പോൾ എനിക്ക് നടുവിന് വേദനയാണ്. ചില്ലറ വേദനയൊന്നും അല്ലായിരുന്നു, ഭയങ്കര വേദന. ഞാൻ കരഞ്ഞ് ലാസ്റ്റ് അമ്മയുടെ മുറി ചെന്ന് കൊട്ടി. അമ്മ നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി, ഞാൻ ഒടിഞ്ഞാണ് നിൽക്കുന്നത്. എന്നിട്ട് അമ്മ എന്നെ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് തിരുമയൊക്കെ തന്നു, എനിക്ക് മരുന്നൊക്കെ തന്നു. ഒരു രക്ഷയില്ല, എനിക്ക് അതുപോലെ വേദന. ഞാൻ കാറുമാണ് കിടന്ന്. എന്നിട്ട് ഞാൻ എവിടുന്നാന്ന് അറിയില്ല, എനിക്ക് പെട്ടെന്ന് വൊമിറ്റ് ചെയ്യാൻ വന്നു. ഞാൻ പോയി വൊമിറ്റും ചെയ്തു. ഞാൻ അവിടെ കിടന്നാണ് വൊമിറ്റ് ചെയ്തത്. എനിക്ക് നേരെ നിൽക്കാൻ വയ്യ, എൻ്റെ കണ്ണിന് വയ്യ, എനിക്ക് വൊമിറ്റിങ്ങും കൂടെ. ഒരു തരത്തിൽ ഞാൻ വന്ന് കട്ടിലേക്ക് കിടന്നു തിരിച്ച്. എൻ്റെ അമ്മ എനിക്ക് തിരുമ്മി തന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഞാൻ ഈ വേദനയുടെ പീക്ക് എത്തിയപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ എന്നെ അങ്ങോട്ട് വിളിക്കുക, അല്ലേ ഇതെനിക്ക് മാറ്റി, എനിക്കിനി അനുഭവിക്കാൻ വയ്യാന്ന് പറഞ്ഞു ഈ വേദന. അത് കഴിഞ്ഞ് ഞാൻ എപ്പോഴും ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം എണീറ്റിട്ട് ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്യാൻ പോയി. റിസൾട്ടൊക്കെ കാണിച്ചപ്പോൾ ഫിസിഷ്യനും പറഞ്ഞു, എവിടെ ശരീരത്തിൽ നല്ല ഇൻഫെക്ഷൻ ഉണ്ട്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ടെസ്റ്റൊക്കെ ഒന്നുകൂടെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ തലേദിവസം ഞാൻ ഈ പ്രാർത്ഥന കൂടിയായിരുന്നു. എന്നിട്ട് ബ്ലഡ് എടുക്കുന്ന സമയത്തൊക്കെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അമ്മ കാശുരൂപം വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഫുൾ ടൈം. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് പ്രാർത്ഥിക്കുക. കാരണം ഞാൻ ഈ വേദന എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ എണീറ്റപ്പോൾ എനിക്കൊരു ബോധോദയം ഉണ്ടായി. ഇന്നലെ ഈശോയുടെ ബ്ലഡ് കയറിയിട്ടുണ്ട്, അപ്പോൾ എനിക്ക് ഒരു ഹോപ്പുണ്ട്. ഞാനപ്പം അവിടെ ബ്ലഡ് എടുത്തുകൊണ്ടിരുന്നപ്പോഴൊക്കെ ഞാൻ എൻ്റെ ബ്ലഡ് പോകുന്ന കണ്ടപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, എൻ്റെതിനകത്ത് എൻ്റെ ഈശോയുടെ ബ്ലഡ് ഉണ്ട്, എന്താണല്ലോ ഇത് എല്ലാം ശരിയാവും എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നു. എന്നിട്ട് എന്നോട് ആ സിസ്റ്റർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും മോളെ, ഒന്നെങ്കിലും ഇവിടെ ഇരുന്നോ, അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ് വന്നാൽ റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഇന്നലെ കാണിച്ച ടെസ്റ്റ് റിസൾട്ട് അവരിൽ ഓൾറെഡി ഉണ്ട്. എൻ്റെ CRP 28.9 കിടക്കുകയാണ്. അപ്പോൾ അവരുടെയൊക്കെ മുഖത്ത് ഒരു വല്ലായ്മയാണ്. ഇത്ര ചെറിയ പ്രായത്തിൽ എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ ഇൻഫ്ലമേഷൻ എൻ്റെ ശരീരത്തിൽ നിന്ന് അവർക്കാർക്കും മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് അമ്മ പറഞ്ഞു, നിന്ന് വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ എനിക്കൊരു രൂപമുണ്ട് മാതാവിനെ, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഫോൺ വിളിച്ച് നോക്കി. അപ്പോൾ അവരെന്നോട് പറഞ്ഞാൽ മോളെ റിസൾട്ട് വന്നിട്ടുണ്ട്, മോളുടെ CRP 4.6. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എൻ്റെ തന്നെയാണോ ഈ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതെ മോള് തന്നെയാണ് പറയുന്നത്, മോളുടെ CRP 4.6 പറഞ്ഞു. ഇതിന് മുമ്പ് എത്രയായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു 28.9 എന്നായിരുന്നു ടെസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു. 2 ദിവസം, അതായത് അതിൻ്റെ തലേന്ന് രാവിലെയാണ് ഞാൻ ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ എന്നോട് ചോദിച്ചു, മോള് മെഡിക്കേഷൻ എടുത്തായിരുന്നു അല്ലേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു മെഡിക്കേഷൻ എടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ ഇത്ര കുറഞ്ഞതെന്ന് എന്നോട് ചോദിച്ചു. എൻ്റെ എല്ലാം നോർമൽ, എൻ്റെ ബ്ലഡ് ടെസ്റ്റ് മൊത്തം നോർമലായി. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു മെഡിക്കേഷൻ എടുത്തില്ല, ഞാൻ പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്തുള്ളൂ എന്ന്. അപ്പോഴത്തേനും ആ സിസ്റ്റർ ഒന്ന് ചിരിക്കുകയാണ്. ഞാൻ അമ്മയോട് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, അമ്മ എൻ്റെ CRP 28.9 4.6 കുറഞ്ഞു എന്ന് പറഞ്ഞു. അമ്മ കിടന്ന് കരയാണ്, അതായത് കരയുന്ന പോലെ കണ്ണീന്ന് വെള്ളമൊക്കെ വരുന്നുണ്ട്. അന്ന് ഞാൻ അന്ന് നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, അന്ന് തൊട്ട് ഇന്ന് വരെ, അതിപ്പോൾ 1.5 വർഷമായി. കഴിഞ്ഞ ഹോളി വീക്ക് കഴിഞ്ഞ് 24
ഇന്ന് വരെ എനിക്കൊരു ജലദോഷമോ പനിയോ തലവേദനയോ നടുവേദനയോ ഒന്നും വന്നിട്ടില്ല. എൻ്റെ വീട്ടിലത് കഴിഞ്ഞ് എല്ലാവർക്കും പനി ജലദോഷം എല്ലാം വന്നിട്ടുണ്ട്. എനിക്ക് മാത്രം ഇതുവരെ ഒന്നും അഫക്റ്റ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ആർക്കെങ്കിലും വന്നാൽ ആദ്യം പിടിക്കേണ്ടത് എനിക്കാണ്. എന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോക്കാണ്. പിന്നെ അമ്മയ്ക്കൊക്കെ വന്നാൽ പിന്നെ അമ്മയുടെ അവസ്ഥ. പിന്നെ അതിനുശേഷം എനിക്കിതുവരെ ഒന്നും വന്നിട്ടില്ല. അതായിരുന്നു എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അത് കഴിഞ്ഞ് ഞാൻ കോളേജ് കഴിഞ്ഞപ്പം എനിക്ക് ഒരു 3rd ഇയർ ആയപ്പോഴത്തേനും തന്നെ എനിക്ക് പുറത്ത് പോയി പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഞാനിത് പ്ലാൻ ചെയ്തപ്പോൾ എൻ്റെ വീട്ടിലൊന്നും പ്രശ്നമില്ല. പക്ഷേ എൻ്റെ റിലേറ്റീവ്സ് പറയുമായിരുന്നു, നിങ്ങളെ കൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല, അത് വേണ്ട, നിങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഞാൻ ആദ്യം ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഇതും കൂടെ എഴുതിയിട്ടായിരുന്നു, എനിക്ക് പുറത്ത് പോയി പഠിക്കണം എന്ന് എഴുതിയിട്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഇരുന്നപ്പം ഒരു സാക്ഷ്യം, ഇവിടെ തന്നെ ഉള്ളൊരു ചേട്ടൻ്റെ ഒരു സാക്ഷ്യം ഞാൻ കണ്ടു. ആ ചേട്ടൻ ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുന്നതായിട്ടായിരുന്നു ആ സാക്ഷ്യത്തിലുള്ളത്. അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, ആ ചേട്ടന് ഒരു തരത്തിലും കിട്ടാൻ സാധ്യതയില്ല, പക്ഷേ പബ്ലിക്ക് കിട്ടി, 0 ട്യൂഷൻ ഫീ ആണ് എന്നൊക്കെ. അപ്പോഴും ഞങ്ങളപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യം പോയി IELTS എഴുതി. അത് IELTSന് എനിക്ക് ആ സമയത്ത് കിട്ടിയത് 6.5 ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വീട്ടിലാർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. 6.5 ഉള്ളൂ എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് പ്രോസസ്സിങ്ങിന് വെച്ചു. പ്രോസസ്സിങ്ങിന് നല്ല ലാഗായിരുന്നു. എൻ്റെ കൂടെ വേറെ 2 പേരും കൂടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി ഈ പ്ലാന്. പക്ഷേ ഞാൻ എപ്പോഴും ഇത് പിടിച്ചു നിന്നു. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഞാൻ സ്വപ്നം കാണുന്നുണ്ടായിരുന്നു ഈ മാതാവിനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ സ്വപ്നം കാണും. മാതാവിൻ്റെ മടിയിൽ കിടക്കുന്നതായിട്ടും മാതാവ് എനിക്ക് 3 പൂ തരുന്നതായിട്ടും ഒക്കെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെയിറ്റിംഗ് പീരീഡിൻ്റെ ഇടയ്ക്ക് ഒരു 6 മാസത്തോളം മാതാവിൻ്റെ ഒരനക്കവും ഇല്ലായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സാക്ഷിയൊക്കെ കൂടുമ്പോഴത്തേനും ഞാൻ പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിലൊക്കെ അനുഗ്രഹം കിട്ടിയ ആൾക്കാർ ഇവിടെ നിന്ന് സാക്ഷ്യം പറയും. അപ്പം ഞാൻ മാതാവിനോട് ചോദിക്കും, അപ്പം മാതാവ് കാണാഞ്ഞിട്ടൊന്നും അല്ല, അവർക്കൊക്കെ അപ്പം മാതാവ് അനുഗ്രഹം കൊടുക്കുന്നുണ്ട്, അപ്പം എന്നെ മൈൻഡ് ചെയ്തിരിക്കുന്നതാണെന്ന് ഇടയ്ക്കിടയ്ക്ക് മാതാവിനോട് പറയും. പക്ഷേ ആ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റത്തില്ലാതെ വന്നത് ഈ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ കുറച്ച് കുത്തലായിരുന്നു. പോകില്ല, നടക്കില്ല, കുറേ പേര് നിൽപ്പുണ്ട്, അവരൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്, വെറുതെ സമയം കളയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായിട്ട് ഞാൻ എൻ്റെ മുറിയിൽ രാത്രിയിൽ പണ്ടൊക്കെ ഞാൻ പ്രാർത്ഥിക്കത്തേ ഇല്ലായിരുന്നു. ഇപ്പം എൻ്റെ പ്രാർത്ഥന 2 മണിക്കൂറൊക്കെയാണ്. ഞാനിങ്ങനെ വിഷമിച്ച് കുറേ ഇരുന്ന് കരഞ്ഞ് ആ സമയത്ത് എനിക്ക് ഉറപ്പാണ് എൻ്റെ റൂമിൽ ഈശോയുടെ പ്രസൻസ് നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ സമയത്ത് തോന്നി നീ ബൈബിൾ എടുക്കുന്ന എൻ്റെ മനസ്സിൽ ഞാനിവിടെ സാക്ഷിയൊക്കെ കേൾക്കുമ്പോൾ ഓരോ പിള്ളേരിങ്ങനെ പറയും മനസ്സിലിങ്ങനെ കേട്ടു എന്നൊക്കെ. അപ്പോഴൊക്കെ ഞാൻ ഓർക്കാറുണ്ട് എങ്ങനെയാണ് മനസ്സിൽ കേൾക്കുന്നതെന്നൊക്കെ. പക്ഷേ അത് സത്യമാണ്, മനസ്സിൽ കേൾക്കും. ഞാനിങ്ങനെ ഇപ്പം എൻ്റെ മനസ്സിലിങ്ങനെ കേട്ടു, മോളെ നീ ബൈബിൾ തുറക്ക് എന്നിങ്ങനെ കേട്ടു. ഞാൻ കിടന്ന് കരയുവാണ്. എന്നെ ഇങ്ങനെ എല്ലാവരും പറയുന്നു, വീട്ടുകാർ പറയുന്നു, നാട്ടുകാർ പറയുന്നു. ഞാൻ എല്ലാം ഈശോയോട് ഇങ്ങനെ പറയും, ഈശോ എന്നെ ഇവരിങ്ങനെ പറഞ്ഞു, അവരങ്ങനെ പറഞ്ഞു, എനിക്ക് ഭയങ്കര വിഷമമാണ് എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു. എന്തെങ്കിലും ഒന്ന് മൂമെൻറ്റ് കാണുവാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും എൻ്റെ പ്രോസസ്സിങ്ങിൽ നിന്ന്. അപ്പം ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് യെശയ്യാ 38:5 എന്തോ ആണ്, നിൻ്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു എന്ന് ഞാൻ അത് വായിച്ചപ്പോൾ ഞാൻ ഒന്നുകൂടെ കരയാൻ തുടങ്ങി. കാരണം എനിക്ക് ഡയറക്റ്റ് കൺഫർമേഷൻ കിട്ടിയല്ലോ. സന്തോഷത്തിൻ്റെ കരച്ചിലായിരുന്നു. അതിൻ്റെ നെക്സ്റ്റ് ലൈൻ എന്ന് പറയുന്നത്, വെരി നെക്സ്റ്റ് ലൈൻ എന്ന് പറയുന്നത് നിൻ്റെ കണ്ണീർ ഞാൻ ദർശിച്ചിരിക്കുന്നു എന്നായിരുന്നു. അതുകൂടെ കണ്ടപ്പോൾ എനിക്ക് ഫുൾ കോൺഫിഡൻസ് ആയി. എനിക്ക് ഡയറക്റ്റ് കൺഫർമേഷൻ ഈശോയുടെ അടുത്തു നിന്ന് കിട്ടി. എനിക്ക് ഇനിയൊന്നും പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ എന്നെ ഞാൻ മുന്നോട്ട് പോയി. എൻ്റെ കൂട്ടത്തിലുള്ള പിള്ളേരൊക്കെ ഡ്രോപ്പ് ചെയ്തു. അവരൊക്കെ വീട്ടുകാർ പറയുന്നത് നടക്കാൻ പോകുന്നില്ല, നീ വെറുതെ സമയം കളയാണ് എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ എപ്പോഴും വിശ്വസിച്ചു മാതാവ് എന്നെ ഇത്രയും കൊണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പകുതിക്ക് വെച്ച് വിട്ടിട്ട് പോവില്ല. കാരണം മനുഷ്യനെ അല്ല ഞാൻ ഏൽപ്പിച്ചേക്കുന്നത്, ഞാൻ മാതാവിനെയാണ് ഏൽപ്പിച്ചേക്കുന്നത്. അപ്പോൾ മാതാവ് ഒരിക്കലും പകുതിക്ക് വെച്ചിട്ട് നമ്മളെ ഇട്ടിട്ട് കളയില്ല. അപ്പം ഞാൻ ആ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ പിടിയാലെ ഞാൻ പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ ഒരനക്കവും ഇല്ലായിരുന്നു കുറേ നാളത്തേന്. പക്ഷേ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഞാൻ എന്നും കൊന്തയൊല്ലും, ഞാൻ എന്നും പ്രാർത്ഥിക്കും. പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ പള്ളിയിൽ പോകും. അങ്ങനെ എല്ലാം കൊണ്ടും എന്നെ തന്നെ മാതാവ് മാറ്റിയെടുത്തു എന്ന് വേണം പറയാൻ. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പം ഒരു ദിവസം, എല്ലാ ദിവസവും എനിക്ക് ചൊവ്വാഴ്ചകളിലാണ് എന്തെങ്കിലുമൊക്കെ നടക്കുന്നത്. ഞാൻ ചൊവ്വാഴ്ച പ്രാർത്ഥന കൂടിക്കൊണ്ടിരുന്നപ്പം ഞാൻ നന്നായിട്ട് പ്രാർത്ഥന കൂടി ആ ചൊവ്വാഴ്ച. കാരണം ഡേയ്സ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഡിഗ്രി ഡയറക്റ്റ് പോയി PG ചെയ്തവരൊക്കെ കോഴ്സുകൾ പകുതിയാവുന്നു, അവരെല്ലാം ഭയങ്കരമായിട്ട് ലൈഫ് എൻജോയ് ചെയ്യുന്നു, ഞാൻ മാത്രം വീട്ടിലിരിക്കുകയാണ്. അങ്ങനത്തെ അവസ്ഥ വരുമ്പോഴത്തേനും അനുഭവിച്ചവർക്ക് നന്നായിട്ട്, ഇവിടെ ഒന്ന് ഞാൻ കുറേ സാക്ഷ്യം കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ളവരുടെ. അപ്പോൾ ആ ചൊവ്വാഴ്ച ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് അന്ന് രാത്രി ഞാൻ മാതാവിനോട് വർത്താനം പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് അമ്മയ്ക്കറിയാം എനിക്ക് ഏതാ നല്ലതെന്ന്, അമ്മയ്ക്കറിയാം എനിക്ക് എന്നാണ് കിട്ടേണ്ടതെന്ന്, എനിക്ക് ഏത് ഡേറ്റിന് വരണം എന്നും എല്ലാം അമ്മയ്ക്കറിയാം, എൻ്റെ ബുദ്ധിയൊക്കെ അമ്മയ്ക്കറിയാം. അപ്പോൾ ആ കോഴ്സ് അതിന് ചേരുന്ന കോഴ്സ് അമ്മ എനിക്ക് തരണം, എൻ്റെ ഭാവിക്ക് നല്ലതായിട്ടുള്ള കോഴ്സൊക്കെ എനിക്ക് അമ്മ തരണം എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി.
ഉറങ്ങിക്കഴിഞ്ഞ് പിറ്റേ ദിവസം പതിവിലും താമസിച്ച് ഞാൻ എണീറ്റ് ഞാൻ ഭയങ്കര കൂളായിട്ട് ചായയൊക്കെ ഉണ്ടാക്കി വന്നിരുന്നപ്പോൾ എൻ്റെ ഫോണിൽ കുറേ മിസ് കോൾസും മെസ്സേജും കിടക്കുകയാണ്. നോക്കിയപ്പോൾ എനിക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നു. അത് ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത കോഴ്സ്. ആ കോഴ്സ് എന്ന് പറയുന്നത്, ഞാൻ ആദ്യം ഈ പ്രോസസ്സിങ് തുടങ്ങിയ സമയത്ത് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ലോട്ടിട്ട് നോക്കിയായിരുന്നു. എനിക്ക് 2 കോഴ്സ് തന്നിട്ട് എനിക്ക് കൺഫ്യൂഷനാണ്, എനിക്ക് ഒരെണ്ണം എടുത്ത് തരണം എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അടുത്ത് ഇട്ട് നോക്കിയപ്പോൾ കിട്ടിയൊരു കോഴ്സുണ്ട്. പക്ഷേ എനിക്ക് അതിന് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അത് കുഴപ്പമില്ല, പക്ഷേ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഞാനപ്പോൾ അത് കൂടുതൽ അങ്ങോട്ട് പുഷ് ചെയ്തില്ല ആ കോഴ്സ്. പക്ഷേ എനിക്ക് മാതാവ് തന്നപ്പം, മാതാവ് സെലക്ട് ചെയ്ത് തന്ന കോഴ്സും ഞാനിവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് ബ്ലെസ്സിങ്സ് വാങ്ങിച്ചൊരു കോഴ്സുണ്ട്. എനിക്കത് മതിയെന്ന് പറഞ്ഞ് ഞാൻ മുട്ട നിന്ന് പ്രാർത്ഥിച്ചൊരു കോഴ്സുണ്ട് മാതാവിൻ്റെ അടുത്ത്. ആ കോഴ്സും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് മാതാവ് എനിക്ക് തന്നത്. ഒരു തരത്തിൽ അത് കിട്ടാൻ ഒരു ചാൻസും ഇല്ല. അതും പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ. എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ മലയാളികളേ ഇല്ല, അത് കിട്ടാനേ വഴിയില്ല. എൻ്റെ കൂട്ടത്തിൽ നിന്നവരെല്ലാവരും ഡ്രോപ്പ് ചെയ്തിട്ട് പോയി കിട്ടില്ല എന്ന്. പക്ഷേ മാതാവ് എനിക്കത് വാങ്ങിച്ചു തന്നു. അതാ പറയണത്, മാതാവ് നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മാതാവ് നമുക്കത് തരും. അതിപ്പോൾ കുറച്ച് താമസിക്കും, അത് നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല, പക്ഷെ മാതാവ് തരും അത്. പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് എൻ്റെ IELTS എക്സ്പയർ ആയി. 1 വർഷമേ ഉള്ളൂ ജർമ്മനിയിലോട്ടുള്ള IELTS. അത് എക്സ്പയർ ആയിപ്പോയി. എന്നെ ആ ഏജൻസിയിലെ ചേട്ടൻ പെട്ടെന്നായിരുന്നു വിളിച്ചു പറയുന്നത്. അതോടെ എനിക്ക് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. IELTS എഴുതണമെങ്കിൽ 18,000 വേണം. പിന്നെ പബ്ലിക് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ പഠിക്കുന്നതിന് 10,000 എബോവ് ആണ് ചില ഏജൻസീസ് ചോദിക്കുന്നത് പഠിപ്പിക്കുന്നതിന്. അപ്പം ഞാൻ ഓർത്തു, ഇനി എൻ്റെ അപ്പൻ്റെ പൈസ കളയാൻ എനിക്ക് പറ്റത്തില്ല. ഒന്ന് പോയി എഴുതി 6.5 കിട്ടിയുള്ളൂ. ഞാൻ കുറേ ചീത്ത കേട്ടു. ഇനി ഏതായാലും ഞാൻ തന്നെ പഠിക്കുന്നുള്ളൂ വിചാരിച്ചു. എനിക്ക് ദിവസങ്ങളേ ഇല്ലായിരുന്നു, 10 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് 5 ദിവസം ഞാൻ ടെൻഷൻ അടിച്ച് കളഞ്ഞു. കാരണം പ്രോപ്പർ ഒരു മെൻറ്റർ ഇല്ലാതെ IELTS പ്രിപ്പയർ ചെയ്ത് എഴുതുക എന്ന് പറയുന്നത് ഭയങ്കര ടെൻഷനായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഏതായാലും എൻ്റെ മാതാവിൻ്റെ ടേബിളിൻ്റെ താഴെ സ്റ്റൂളിട്ട് അതിൻ്റെ നിലത്തിരുന്ന് ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ 5 ദിവസം ഇരുന്ന് പഠിച്ചു. സ്പീക്കിംഗ് ഒന്നും ഞാൻ പ്രാക്ടീസേ ചെയ്തിട്ടില്ല. ഈ സമയത്തൊന്നും മാതാവിൻ്റെ ഒരു അനക്കവും ഇല്ല എൻ്റെ അടുത്ത്. സ്വപ്നത്തിനും വരാറില്ല, ഇങ്ങനത്തെ ബൈബിൾ വേഴ്സസും തരാറില്ല. മാതാവ് ഒന്ന് ഈശോയോട് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ സ്പീക്കിങ്ങിൻ്റെ ഡേറ്റ് വന്നു. എനിക്ക് കുറേ പിള്ളേർ സാക്ഷ്യം പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. ലേഡി വരണമെന്ന് പറയുമ്പോൾ ലേഡി വരും, കളർ കാണിക്കണമെന്ന് പറയുമ്പോൾ കളർ കാണിക്കും. എൻ്റെ അടുത്ത് മാത്രം മാതാവ് ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് മാതാവ് ഒരു സംഭവം കാണിച്ചു തരണം എന്ന് പറഞ്ഞു. എനിക്കൊരു ലേഡി ആയിരിക്കണം എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. പക്ഷേ അപ്പോഴും എനിക്ക് സംശയമുണ്ട്, കാരണം മാതാവിൻ്റെ അനക്കമൊന്നുമില്ല കുറേ നാളായിട്ട്. അപ്പോൾ ഞാൻ ഡേറ്റ് വന്നു. കോട്ടയത്തായിരുന്നു എനിക്ക് ഡേറ്റ് കിട്ടിയത്. കോട്ടയം കമ്പാരിറ്റീവ്ലി ഭയങ്കര പാടാന്ന് വന്നവരും പോയവരും ഒക്കെ പറയുന്നുണ്ട്. ഞാൻ പക്ഷേ ഉപ്പായിട്ടാണ് പോയത്. ഞാൻ ഉപ്പൊക്കെ കൈപ്പിടിച്ച് ആ വെയിറ്റിങ്ങിൽ ഇരുന്നപ്പം ഇറങ്ങുന്ന പിള്ളേരുടെ ഒന്നും മുഖത്ത് സന്തോഷമൊന്നുമില്ല. എല്ലാവരും ഭയങ്കര ടെൻഷൻ അടിച്ചാണ് ഇറങ്ങുന്നത്. ഞാൻ എന്നിട്ട് എൻ്റെ ടേണായി. വീഡിയോ കോൺഫറൻസ് ആയിരുന്നു. ഞാൻ കണ്ടതും, ഞാൻ ലാപ്ടോപ്പിൽ കാണുന്ന ഒരു ലേഡിയാണ്, ഒരു നോർത്ത് ഇന്ത്യൻ ലേഡി. എനിക്ക് ലേഡി കിട്ടിയതിനേക്കാട്ടിലും എനിക്ക് ഭയങ്കര സന്തോഷമായത് മാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ടു, മാതാവ് എന്നെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും സന്തോഷമായത്. അത് എന്നെ ആ ലേഡി കുറേ നേരം സംസാരിപ്പിച്ചൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് നേരം കൊണ്ട് എൻ്റെ കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു ബാക്കി റൈറ്റിങ്ങും റീഡിങ്ങും ലിസണിങ്ങും. അതും ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞ പിള്ളേർ കേട്ടിട്ടുണ്ട്. റൈറ്റിംഗ് ഒക്കെ എഴുതുമ്പോൾ അവരുടെ കയ്യിലല്ല അവരുടെ കൺട്രോളെന്ന്. അതുപോലെ തന്നെയായിരുന്നു എനിക്ക് റൈറ്റിങ്ങിന്. എനിക്ക് ഓർമ്മയില്ല എനിക്ക് എന്താണ് ക്വസ്റ്റ്യൻ കിട്ടിയത്, ഞാൻ എന്താ എഴുതിയെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. എൻ്റെ കൺട്രോളിലേ അല്ലായിരുന്നു എൻ്റെ കൈ. ആരോ എന്നെ പിടിച്ച് എഴുതിപ്പിക്കുക. ഞാൻ ഉപ്പും കൊണ്ടാണ് പോയത്. ഞാൻ ഓരോ മൊഡ്യൂൾ എഴുതുമ്പോഴും ഞാൻ ഉപ്പിട്ടിട്ടാണ് എഴുതുക. എന്നിട്ട് ഞാൻ റൈറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തു, ലിസണിങ്ങും കംപ്ലീറ്റ് ചെയ്തു. റീഡിങ് ആയപ്പോഴാണ് ഭയങ്കരമായിട്ട് ടെൻഷനായത്. ഞാൻ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പം 45 മിനിറ്റ്സിനുള്ളിൽ ഞാൻ റീഡിങ് തീർക്കും, എല്ലാ പാസേജും തീർക്കും. IELTS എഴുതിയിട്ടുള്ളവർക്കറിയാം, 3ാമത്തെ പാസേജാണ് ഭയങ്കര ടഫ്. വായിച്ചാൽ മനസ്സിലാവത്തുമില്ല, ഒന്നുമില്ല. ഞാൻ 3rd പാസേജ് ആയപ്പോൾ എനിക്ക് ടൈമില്ല. എനിക്ക് ആ 5 മിനിറ്റും കൂടെ 3rd പാസേജിനുള്ളൂ. ഫസ്റ്റ് പാസേജിനൊന്നും എനിക്ക് ആൻസർ കാണാനേ പറ്റുന്നില്ല. ഞാൻ ഒന്നുകൂടെ ടെൻഷൻ കയറി പാനിക് ആയതോടെ എനിക്ക് ഒരു ഐഡിയ ഇല്ല ഞാൻ എന്താ എഴുതുന്നതെന്ന്. ഞാൻ കണ്ണൊക്കെ നിറഞ്ഞു വന്നെൻ്റെ, കാരണം പോയി എന്നറിയാം, റീഡിങ് പോയി. ഈ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചത്, മാതാവ് എനിക്ക് 7.5 തരണം എന്നാണ്. ഇത് റീഡിങ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് 7.5 പോയിട്ട് റീഡിങ് മൊഡ്യൂളേ കിട്ടാൻ പോകുന്നില്ല. കാരണം മൊത്തം ടൈമില്ല എനിക്ക്. 3rd പാസേജ് ഞാൻ ചെയ്തില്ല. 3rd പാസേജ് ഞാൻ വായിക്കുക പോലും ചെയ്തില്ല. ഞാൻ വെറുതെ ABC ട്രൂ ഫാൾസ് നോട്ട് ഗിവൺ അങ്ങനെ എഴുതി വിട്ടു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇതെല്ലാം ശരിയായിരിക്കണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു വിട്ടു. എന്നിട്ട് സ്ക്രീനിൽ ഇങ്ങനെ കണ്ടു 7th ഡേ നിങ്ങളുടെ റിസൾട്ട് വരുമെന്ന്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ അമ്മയുടെ നമ്പറാണ് 7, എനിക്ക് 7 തന്ന് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. ഒരു തരത്തിൽ എനിക്ക് 7 കിട്ടത്തില്ല, കാരണം റീഡിങ് മൊഡ്യൂളേ പോയി. അപ്പോൾ എനിക്ക് 7 കിട്ടാൻ ഒരു ചാൻസും ഇല്ല. 7th ഡേ അത് 6th ഡേ ആയപ്പം ഞാൻ ഡെയിലി ബ്രെഡ് കൂടിക്കൊണ്ടിരുന്നപ്പോഴത്തേന് രാവിലെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, റിസൾട്ട് വന്നു, നീ നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ മെയിൽ ചെക്ക് ചെയ്തു. ആദ്യം എനിക്ക് മെയിലിലാണ് വന്നത്, ആദ്യത്തെ IELTS. മെയിൽ ചെക്ക് ചെയ്തപ്പോൾ മെയിലിൽ മെസ്സേജൊന്നും ഇല്ല. അപ്പം എനിക്ക് മനസ്സിൽ തോന്നി, നീ മെസ്സേജ് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഞാൻ മെസ്സേജ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ മെസ്സേജിൽ റിസൾട്ട് വന്ന് കിടപ്പുണ്ടെന്ന് കാണിച്ചു. ഞാനപ്പോൾ തീരുമാനിച്ചു ഏതായാലും ഡെയിലി ബ്രെഡ് മൊത്തം കൂടിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഡെയിലി ബ്രെഡ് കൂടിക്കഴിഞ്ഞ്
മെസ്സേജ് തുറന്ന് നോക്കിയപ്പോഴത്തേനും എൻ്റെ റിസൾട്ട് കിടക്കുന്നു. എനിക്ക് ഓവറോൾ 7.5. എനിക്ക് ഒരു തരത്തിലും ചിന്തിക്കാൻ പറ്റില്ല എനിക്ക് എങ്ങനെ അത് കിട്ടിയെന്ന്. ഞാൻ പോയി എന്ന് വിചാരിച്ച എൻ്റെ റീഡിങ്ങിന് എനിക്ക് കിട്ടിയത് 7. ഞാൻ മാതാവിനോട് എന്താണോ ചോദിച്ചത് അത് അന്ന് എനിക്ക് മനസ്സിലായി, നമ്മൾ ചോദിക്കുന്നത് നമുക്ക് തരും, നമ്മൾ നന്നായിട്ടിരുന്നാൽ മാത്രം മതി, നമ്മളെ അക്സെപ്റ്റ് ചെയ്യണം. ഇവിടെ അച്ഛൻ ധ്യാനിപ്പിക്കുമ്പോഴൊക്കെ പറയും ഒറ്റ ഒരു കടമ്പയെ നമുക്ക് കടക്കാനുള്ളൂ, മാതാവ് നമ്മളെ അക്സെപ്റ്റ് ചെയ്യണം എന്ന്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്ക് ഓഫ് ലെറ്റർ കിട്ടിയതോ 7.5 കിട്ടിയതോ ഒന്നുമല്ല, മാതാവ് എന്നെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ തന്ന എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എനിക്ക് ഒരു തരത്തിലും ഞാൻ കാരുണ്യപ്രവൃത്തികൾ ഞാൻ ചെയ്യുമായിരുന്നു. ഞാനും അമ്മയാണ് മെയിനായിട്ട് പൊതിച്ചോറ് കെട്ടി ഗവൺമെൻറ് കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കും. പിന്നെ എനിക്ക് എൻ്റെ പപ്പ പോക്കറ്റ് മണിയൊക്കെ തരും. പക്ഷേ എൻ്റെ പപ്പ വിചാരിക്കുന്നത് ഞാനതെല്ലാം വെറുതെ കളയുക എന്നാണ്. ഞാൻ റോഡിൽ കൂടെ വരുന്ന കൈ കാലൊന്നും ഇല്ലാത്ത നിലത്തൂടെ ഇഴഞ്ഞൊക്കെ പോകുന്ന മനുഷ്യന്മാരുണ്ട്, ഞാൻ അവർക്കൊക്കെ ഈ പൈസ എടുത്ത് കൊടുക്കും. അപ്പോൾ എൻ്റെ പപ്പ ഇപ്പോഴായിരിക്കും അറിയണേ ഇതെല്ലാം ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അതെല്ലാം അങ്ങനെ എനിക്ക് പറ്റുന്ന രീതിയിലാണ് ഞാൻ കാരുണ്യപ്രവർത്തി മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ അവർക്കത് കൊടുക്കും. പിന്നെ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ അവർക്ക് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അപ്പം മാതാവിന് ഇവിടെ ഒരു കൊച്ചിവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞാൽ കണ്ടിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചോ നടക്കും എന്ന്. അപ്പം ഞാൻ എൻ്റെ ഒന്നും നടക്കുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഞാനിവിടെ വന്ന് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിച്ചോ, മാതാവിനെ മുറുക്കെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ മാതാവ് ഒരു തരത്തിലും നമ്മളെ കൈവിടില്ല. കുറച്ച് താമസിക്കും, പക്ഷേ താമസിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്, ഏറ്റവും നല്ലത് നമുക്ക് കിട്ടുള്ളൂ. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഞാൻ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ 0 ട്യൂഷൻ ഫീ പഠിക്കുമെന്ന്. പക്ഷേ ഇന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കോഴ്സാണ് ഞാൻ പബ്ലിക്കിൽ ജർമ്മനിയിൽ പഠിക്കാൻ പോകുന്നത്. ഞാൻ 25-ാം തീയതി ജർമ്മനിക്ക് പോവുകയാണ്, ഈ കമ്മിങ് സാറ്റർഡേ. ഇപ്പോൾ ഇത്ര അനുഗ്രഹങ്ങൾ നൽകിയ എൻ്റെ മാതാവിന്